Good evening, all. Hello, good evening. Good evening, Okay. sir. Good evening, sir. Okay. So, as we mentioned earlier, നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്, ലൈക്ക് ഒരു കോംപ്ലിമെന്ററി എഡ്വിൻ ടോക്കിന്റെ ഒരു സെഷനാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. ആൻഡ് വി ഹാവ് രാംദാസ് സാർ ഈസ് ഹിയർ. സോ CV മേക്കിംഗുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സാറെ ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് ഓഫ് ഓൾ സാറിനെ ഞാൻ ഇതിലേക്ക് വെൽക്കം ചെയ്യാണ്. രാംദാസ് സാർ. Yes. Okay, welcome to Good Edwin evening. Talks. Yeah, you're audible. Yeah. Okay, start ചെയ്യാല്ലേ സാർ? Yeah, please. Okay, അങ്ങനെയാണെങ്കിൽ സ്റ്റുഡൻറ് പ്ലീസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ സാർ. Okay. Good evening, everyone. Good evening, Good sir. evening, sir. Good evening, sir. Good evening, sir. Good evening, sir. See, I have an apology because my camera is not working. Sorry. I think some hitches are there which I could not solve. Now only it happened. So could you please open your camera and let me see you all? Since this is an interactive session, let me see every one of you and let's have a discussion. Hello. Again, I am sorry that I could not open my camera because some hitches are there which yet to be solved. I am trying. Okay. Okay, fine. Maybe you might be feeling it's quite unbecoming from my part without my camera being on and asking you to switch to camera. Maybe a bit awkward, right? Okay. So in this session we are going to discuss. See, you are comfortable in English or Malayalam? Malayalam, right? Or English? Hello. Sir, both, sir. Both are comfortable. മിക്സ് ചെയ്തുകൊണ്ട് പറയാം അല്ലേ? Yes, sir. ലൈക്ക് ഇന്നത്തെ സെഷൻ നമ്മൾ റെസ്യൂമെ പ്രിപ്പറേഷൻ ആൻഡ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ, ഇമ്പോർട്ടൻസ് ഓഫ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ, ഇതാണല്ലോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ കുറെ കൺസേൺസ് ഉണ്ടായിരിക്കും ഇനീഷ്യലി. റെസ്യൂമെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൺസേൺസ് എന്തൊക്കെയാണ്? നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാം, ഒരു Q&A സെഷൻ ആക്കാമെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സിന് ഞാൻ ആൻസർ പറയുന്നത് വഴി you will get updated about it. Okay, shall we move on? Yes, sir. Yes, sir. ചോദിച്ചോളൂ, വൺ ബൈ വൺ ആയിട്ട് ചോദിച്ചോളൂ. നിങ്ങളുടെ ഡൗട്ട്സ് എന്താണ്? നിങ്ങൾ റെസ്യൂമെ കുറിച്ച് നിങ്ങളുടെ ഒരു എന്താ പറയുക, കറണ്ട് പെർസെപ്ഷൻ ഉണ്ടാവുമല്ലോ. എങ്ങനെയായിരിക്കണം നിങ്ങളുടെ റെസ്യൂമെ എന്നതിനെ കുറിച്ച്? യു ക്യാൻ ആസ്ക് മീ. സാർ, എൻ്റെ പേര് റുബീന. യെസ് റുബീന. ഞാൻ BA ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയിട്ട് 1 വർഷമായി. ഇപ്പൊ ഹൗസ് വൈഫാണ്. ഞാൻ ജോബ് നോക്കാനായിട്ട് ലിങ്ക്ഡിനെല്ലാം ഏത് ആപ്പ് നോക്കിയാലും കൂടുതൽ എല്ലാ റെസ്യൂമിലും എല്ലാവരും എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. അത് എങ്ങനെ നമുക്ക് ഇതാക്കാൻ പറ്റും? എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഓക്കെ. കൂടുതൽ റെസ്യൂമില് ഇതാണ് ചോദിക്കുന്നത്. ഫ്രഷേഴ്സ് ഫേസ് ചെയ്യുന്ന വലിയൊരു ചലഞ്ചാണ് അത്. ഒരു എക്സ്പീരിയൻസ്. എംപ്ലോയേഴ്സ് വാണ്ട് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ്, ബട്ട് സിൻസ് വി ആർ ഫ്രഷേഴ്സ് വി ഡോണ്ട് ഹാവ് എക്സ്പീരിയൻസ്. സോ ഇതൊരു വലിയൊരു കൺസേൺ ആണ്. പുതിയ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികൾ, അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞ് മറ്റെന്തെങ്കിലും റിലേറ്റഡ് അല്ലാത്ത, അതിന് റിലവൻ്റ് അല്ലാത്ത എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ട് പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിലവൻറ്റ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പ്രോബ്ലം
ഒരുപാട് കാൻഡിഡേറ്റ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറുണ്ട്. ഇതിനകത്തൊരു എന്താ പറയുക, ഒരു മോറൽ പാർട്ട് അല്ലെങ്കിൽ ഒരു എത്തിക്കൽ പാർട്ട് എന്ന് പറയുന്നത്, ഫ്രഷർക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവും ഇഫ് ദേ ആർ നോട്ട് പ്രൊവൈഡഡ് വിത്ത് എൻ ഓപ്പർച്യൂണിറ്റി. ഇന്നത്തെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 20 years എക്സ്പീരിയൻസ്ഡ് 25 years എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഓൾസോ വേർ വൺസ് എ ഫ്രഷർ. ദേ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി. സോ നിങ്ങൾക്ക് ചെയ്യാവുന്ന 1-2 കാര്യം എന്ന് പറയുന്നത്, എക്സ്പീരിയൻസ് ഇല്ല എന്ന ഒരു പ്രയാസത്തിൽ ഇരിക്കാതെ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഇന്റേൺഷിപ്പിന് പോവുക വിത്തൗട്ട് ഈവൻ ടേക്കിംഗ് പേയ്മെന്റ്. സാലറി ഇല്ലാത്ത ഒരു പേയ്മെന്റ് ഇല്ലാത്ത ഒരു ഇന്റേൺഷിപ്പെങ്കിലും ഒരു 6 months 1 year നിങ്ങൾ പോവുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എക്സ്പീരിയൻസ് ദാറ്റ് പർട്ടിക്കുലർ ഫീൽഡ്. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ റെസ്യൂമേയിൽ കാണിക്കാൻ പറ്റുന്നതായിരിക്കും. അത് നിങ്ങളുടെ റിക്രൂട്ടേഴ്സിന്റെ അറ്റൻഷൻ കിട്ടാനും അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഹയറിംഗിലേക്ക് എത്താനൊക്കെ ഉള്ള സാധ്യത കൂടും. സോ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ ഫീൽഡിൽ, ഇഫ് യു ആർ ഇൻ ടു ടീച്ചിങ്, for example, you go to some school and teach there for 3 months or 6 months. So it will help you to learn a lot more about teaching. ആ ഒരു എക്സ്പീരിയൻസ് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് that will carry a weight on your resume. That will help you to get shortlisted. അതാണ് ഒരു ചാൻസ്. ഓക്കെ, ഇത് ഇവിടെ ഇനി കാണുന്ന പല കുട്ടികളും പലതരത്തിലുള്ള കോഴ്സുകളാവും ചെയ്തിട്ടുണ്ടായിരിക്കുക. നിങ്ങൾ ഏത് ഡൊമൈനിലേക്കാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ആ ഡൊമൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ്, ഒരു വർക്ക് എക്സ്പീരിയൻസ് കിട്ടാനും, ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടാനും, അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യത ഉണ്ട് എങ്കിൽ യു ഷുഡ് നെവർ ബാർഗെയിൻ ഫോർ എ സാലറി. യു ഷുഡ് നെവർ ആസ്ക് ഫോർ എ സാലറി. ഓക്കെ, എന്ത് തോന്നുന്നു? ഈ ഒരു ആൻസർ നിങ്ങൾക്ക് കൺവിൻസിങ് ആണോ? സാർ, നമ്മളിപ്പോ ഇത് ചെയ്യുന്നതിന്റെ കൂടെ നമുക്കൊരു 3 മാസം ഇന്റേൺഷിപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് പ്രയോജനപ്പെടത്തില്ലേ ഈ എക്സ്പീരിയൻസിന്? ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂമേൽ അത് കൊടുക്കാം. അതേപോലെ ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ, ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് 3 മാസത്തെ എക്സ്പീരിയൻസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ റോളിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് എന്തെല്ലാം റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നിങ്ങൾക്ക് ഉണ്ടായതെന്നും ചെറിയ ചില അച്ചീവ്മെന്റ്സും കൂടി അതിനോട് കൂടെ നിങ്ങൾക്ക് ചേർക്കാനും പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് മച്ച് ബെറ്റർ. ആദ്യത്തെ ചോദിക്കും. ഈ ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ് HR ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ റെസ്യൂം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 4 വർഷത്തെ ആ എക്സ്പീരിയൻസ്, ഞാനത് സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ റെസ്യൂമിനത് ഞാൻ അത് എക്സ്പീരിയൻസ് കൊടുക്കും. അപ്പൊ അതെനിക്ക് ഏതെങ്കിലും തരത്തില് ബെനിഫിറ്റ് ഉണ്ടാവോ? എന്താണ് ആദ്യമൊക്കെ എന്താണ് പഠിച്ചിട്ടുള്ളത്? എന്താണ് ഇയാളുടെ ഫീൽഡ്? ഞാൻ BCom കഴിഞ്ഞതാണ്. എന്നിട്ട് ഞാൻ ഇപ്പം പഞ്ചായത്തിൽ ഒരു ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ഉണ്ട്, നമ്മൾ സോഷ്യൽ വർക്കായിട്ട് ചെയ്യുവാണ്. അതായത് ഈ ഫീൽഡിലൊക്കെ പോയി നമ്മൾ കമ്മ്യൂണിറ്റിക്ക് അവയർനെസ് കൊടുക്കുക, അതായത് ഡിജിറ്റൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവയർനെസ് കൊടുക്കുക. അത് കംപ്ലീറ്റ്ലി സോഷ്യൽ വർക്കാണ്. അപ്പൊ ഞാൻ എന്റെ റെസ്യൂമിനകത്തിൽ അതായിരിക്കും, ഇനി 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതെനിക്ക്. അപ്പൊ എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ എനിക്ക് ഏതെങ്കിലും തരത്തിൽ ബെനിഫിറ്റ് ഉണ്ടാവുമോ? ആദ്യം ആക്ച്വലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഏത് റോളിലേക്ക്? സോറി, എന്റെ പേര് ലക്ഷ്മി എന്നാണ്, മോളുടെ പേരാണ് ആദ്യാണ്. ഓക്കെ, ലക്ഷ്മി ഏത് റോളിലേക്കാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്? BCom ആണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രോബബ്ലി യു വിൽ ബി ഫോക്കസിങ് ഓൺ അക്കൗണ്ടിംഗ് റോൾ. ഞാൻ HR-ന്റെ കോഴ്സാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് HR-ലേക്ക് പോകാനാണ് താല്പര്യം. ഏത് കോഴ്സാണ്? HR മാനേജ്മെന്റ്. അതിനകത്ത് HR മാനേജ്മെന്റ് ആണ് ഞാൻ പഠിക്കുന്നത്. അതിൽ HR എക്സിക്യൂട്ടീവ്, ഇന്റേൺ, അങ്ങനെ ഒരുപാട് ഉണ്ടല്ലോ. അതിൽ ഏതാണെങ്കിലും ഓക്കെ. നമ്മൾ ആദ്യം ചിലപ്പോ HR ഇന്റേൺ ആയിട്ടായിരിക്കും കിട്ടണുണ്ടാവുക. അത് പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് കയറി പോവാമല്ലോ. അതിൽ എനിക്ക് ഈ 4 വർഷത്തെ ഈ എക്സ്പീരിയൻസ് എന്നെ എന്തെങ്കിലും തരത്തിൽ എനിക്ക് പ്രയോജനം ഉണ്ടാവുമോ? ആക്ച്വലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന റോളുമായിട്ട് റെലവെന്റ് ആയിട്ടുള്ള, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിക്കാം. ഒരു കാൻഡിഡേറ്റ് അക്കൗണ്ട്, അവർക്ക് ആദ്യം ഒരു ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ PG കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെ അവർക്ക് ഫസ്റ്റ് അവർ എന്തെങ്കിലും ഒരു ജോലി വേണം എന്നുള്ള ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടാക്കുക. അതുകൊണ്ട് അവർ കിട്ടുന്ന ഏത് ജോലിയും ഒന്ന് സ്വീകരിക്കും.
നമുക്കറിയാം സോഷ്യൽ പ്രഷർ ഉണ്ട്, ഫാമിലി പ്രഷർ ഉണ്ട്. പഠനം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും എന്താ ജോലിയൊന്നും ആയില്ല. അപ്പൊ ഇതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ കിട്ടുന്ന ഒരു ജോലി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് പലരുടെയും കേസ്. സോ വാട്ട് വിൽ ഹാപ്പൻ നമ്മൾ ആക്ച്വലി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക, ഫോർ എക്സാമ്പിൾ ഒരു PG എടുത്തിട്ടുണ്ടാവുക, MCOM ആയിരിക്കും, നിങ്ങൾ അക്കൗണ്ടിങ് ജോബിലേക്ക് നോക്കുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും ഒരു ടീച്ചിങ് ജോബായി. അതും ചിലപ്പോൾ നിങ്ങൾ ഒരു പ്രൈമറി സ്കൂളിലെ ടീച്ചറായിട്ടാവും വന്നത്. പ്രൈമറി സ്കൂളിലെ ടീച്ചിങ് ജോബും നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന അക്കൗണ്ടന്റ് റോളും തമ്മിൽ റിലേറ്റഡ് ആണ്. ടോട്ടലി അൺറിലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ചില സോഫ്റ്റ് സ്കിൽസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അക്കൗണ്ടിങ് ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞ എക്സ്പെർട്സ്, CV എക്സ്പെർട്സ് എല്ലാം പറയുന്നതെന്ന് വെച്ചാൽ അൺറിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും നമ്മുടെ CVയിൽ കാണിക്കരുത് എന്നാണ് പറയുന്നത്. അത് പിന്നെ വേറൊരു പ്രോബ്ലം കൂടി അവിടെ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോ ഒരു 5 വർഷം നിങ്ങൾ PG കഴിഞ്ഞിട്ട് ഒരു 5 വർഷം നിങ്ങൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തു, പ്രൈമറി ടീച്ചർ ആയിരിക്കും. 5 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഒരു CV പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ 5 വർഷത്തെ എക്സ്പീരിയൻസ് കാണിച്ചില്ല എങ്കിൽ അത് അവിടെ ഒരു കരിയർ ഗ്യാപ്പായിട്ട് വരുന്നുണ്ടായിരിക്കും. അല്ലെ, അത് നിങ്ങളുടെ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്തതും നിങ്ങളുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതും നിങ്ങൾ ഇപ്പൊ അപ്ലൈ ചെയ്യുന്ന 5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കാണിക്കാം. പക്ഷെ അത് വളരെ വളരെ എന്താ പറയുക, ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന് കൂടുതൽ എന്താ പറയുക ഫോക്കസ് കൊടുത്തുകൊണ്ട് ആയിട്ട് പ്രത്യേകിച്ച് വാട്ട് യു നീഡ് ടു ഡു ഇസ് ജസ്റ്റ് ടു show that in your resume to prove that you have no career gap. But it will not help you much to get shortlisted by an employer. ഈ വേറൊരു റോളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് അത്ര ഹെൽപ്ഫുൾ ആകില്ല, ഷോർട്ട് ലിസ്റ്റ് ആകാൻ ഹെൽപ്ഫുൾ ആകില്ല. കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ സാർ, ഓക്കെ. Anyone else? Sir, ഒരു ഡൗട്ട് വെച്ചോട്ടെ. ചോദിക്കൂ ഡൈന. Sir, my name is Dina. Then ഞാൻ എഡ്മിൻ അക്കാദമിയിൽ ഇപ്പൊ 1.5 year ആയി പഠിച്ചിട്ട്. കഴിഞ്ഞ ജൂണിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ 2 കമ്പനീസിൽ കയറിയിരുന്നു. ദെൻ സെക്കൻഡ് കമ്പനിയിൽ കയറിയ സമയത്ത് ഏകദേശം 1 month അടുത്ത്, ഐ തിങ്ക് ഒരു 23 days ആയിട്ട് ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോ അതിനുശേഷം ഉമ്മാക്ക് സുഖമില്ലായിട്ട്, ഹെൽത്ത് പ്രോബ്ലം ആയിട്ട്, ഞാൻ കണ്ണൂരാ വീട്, അപ്പം കോഴിക്കോട് വന്നിട്ടാ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഡെയിലി പോയി വരുത്താം. അപ്പൊ ഉമ്മാക്ക് ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഞാനത് റിസൈൻ ചെയ്ത് വന്നു. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കും, ലൈക്ക് എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ലല്ലോ. ഞാൻ വെറും 23 days അല്ല അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം എന്റെ CV-യിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണത്? സെക്കൻഡ് കമ്പനിയാണോ അതോ ഫസ്റ്റ് കമ്പനിയാണോ? സെക്കൻഡ് കമ്പനി. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ HR ഇന്റേൺ ആയിട്ട് വീട്ടിൽ നിന്ന് ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഓക്കെ. 23 days ഒരു എക്സ്പീരിയൻസ് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിനെ എന്താ പറയുക ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഇന്റർവ്യൂവിന് വരും. അത് നമുക്ക് ജെനുവിൻലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് തിരക്കടും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. എന്ന് മാത്രമല്ല, ആ എക്സ്പീരിയൻസ് കാണിക്കുമ്പോൾ നമ്മൾ അവിടെ ഒരുപാട് ബുള്ളറ്റ് പോയിന്റ്സ് ഒന്നും ആഡ് ചെയ്യാൻ പോകുന്നത്. 23 days കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, എന്തെല്ലാം തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ അവിടെ ക്യാരി ഔട്ട് ചെയ്തു എന്നുള്ളതൊന്നും വല്ലാതെ നിങ്ങൾക്ക് ആകാൻ പറ്റില്ല. കാണിക്കാൻ വേണമെങ്കിൽ. ഇനി അത്തരത്തിലുള്ള ഒരു സെനാരിയോ ഒഴിവാക്കണമെങ്കിൽ, ഒരു ഇന്റർവ്യൂവിൽ അങ്ങനെ ഒരു സെനാരിയോ ഉണ്ടാവുകയാണെങ്കിൽ അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. 23 days ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് എവരിബഡി ന്യൂസ്. അതുകൊണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ ഒരു വിഷയമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം, നോ പ്രോബ്ലം. നിങ്ങൾ 23 days എക്സ്പീരിയൻസ് കാണിക്കുകയോ കാണിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ കാണിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മളെ ആൻസർ ചെയ്യണമെന്ന് മാത്രം. അതിന് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ട്. നിങ്ങളുടെ പാരന്റ്സിന് പ്രോബ്ലം, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായത് കൊണ്ടാണ് എന്ന് പറയുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അവിടെ കാണിക്കുമ്പോൾ അത് വളരെ വളരെ നോമിനൽ ആയിട്ട് മാത്രമേ കാണിക്കാവൂ.
ഓക്കെ. അല്ല എനിക്ക് അവിടുന്ന് ആ എന്താ പറയുക എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ജസ്റ്റ് വായോണ്ട് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സർട്ടിഫിക്കേഷൻസ് ഒന്നും. 23 ഡേയ്സിൽ നിന്ന് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഞാനത് സിവിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യണോ, എങ്ങനെയാണ്? എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത സ്ഥിതിക്ക്, കിട്ടാൻ സാധ്യത വളരെ കുറവാണ്, കിട്ടാത്ത സ്ഥിതിക്ക് നമ്മളത് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു 23 ഡേയ്സ് നമ്മുടെ ഇന്റേൺഷിപ്പുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. അതായത് ഇപ്പം ഞാനത് ലീവ് ചെയ്തിട്ട് ഒരു കുറച്ച് ഞാൻ ഇപ്പൊ ഇന്റർനെറ്റ് ഒന്നുകൂടി കയറിയത്, അപ്പൊ അതൊരു പ്രോബ്ലം ആവുമോ? ലൈക്ക് ആദ്യം വർക്കിന് നിങ്ങളത് ലീവ് ചെയ്തിട്ട് എത്ര സമയമായി? ഇപ്പൊ ഈ ഇന്റേൺഷിപ്പിനും ഈ ജോബ് ലീവ് ചെയ്തതും തമ്മിൽ എത്ര മാസത്തെ ഗ്യാപ്പ് ഉണ്ട്? ഒരു 2 to 3 months. നോട്ട് എ പ്രോബ്ലം. നിങ്ങളിപ്പോ വെറുതെ ഇരിക്കുകയല്ലോ, നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യല്ലേ. നിങ്ങളുടെ ഫീൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ സ്കിൽസ് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പുതിയ ഒരു ഇന്റേൺഷിപ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സോ ദാറ്റ്സ് ഫൈൻ. അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വെറുതെ നിങ്ങൾ ജോലി അന്വേഷിച്ചുകൊണ്ട് മാത്രം ഇരുന്നു, അതായത് ഇപ്പൊ ഒരാൾക്ക് ഒരു 6 മാസത്തെ കരിയർ ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 6 മാസം ഈ കാൻഡിഡേറ്റ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, ജോലി അന്വേഷിക്കുക മാത്രമാണ് ചെയ്തത് എങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ യു നോ? അതൊരു എന്താ പറയാ, ഒരു ഗ്യാപ്പായിട്ട് തന്നെ ആണ് കാണുക. അതൊരു പോസിറ്റീവായിട്ട് അത് കാണാൻ സാധ്യത വളരെ കുറവാണ്. മറിച്ച് നിങ്ങൾ ഈ 6 months ഇടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു 3 months ഇന്റേൺഷിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അപ്സ്കില്ല് ചെയ്യുകയോ എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യുകയോ നിങ്ങളുടെ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എഫേർട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ that you can explain, and that is quite justifiable also. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ പറഞ്ഞത് കേട്ടിരുന്നോ ഡൈന? ഓക്കെ. കരിയർ ഗ്യാപ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ റെസ്യൂമേല് ചില ആൾക്കാർ കരിയർ ഗ്യാപ്പ് മെൻഷൻ ചെയ്യില്ല. അവർക്ക് 6 months 1 year ഒക്കെ കരിയർ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. പക്ഷെ എക്സ്പീരിയൻസ് സെക്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് കരിയർ ഗ്യാപ്പ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് റെഡ് ഫ്ലാഗ് ആണ്. ദാറ്റ് വിൽ റൈസ് എ റെഡ് ഫ്ലാഗ്. മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ വാലിഡ് ആയിട്ടുള്ള റീസൺസ് വെച്ചുകൊണ്ടായിരിക്കും. ഇപ്പൊ മദർഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാലിഡ് റീസൺ ആണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ പറയുക, നമ്മുടെ സൊസൈറ്റിയിൽ അവർക്ക് പഠനം കഴിയുമ്പോഴേക്ക് പഠനം കഴിയുമ്പോഴേക്ക് കല്യാണം കഴിഞ്ഞ പിന്നെ 1-2 വർഷത്തിന്റെ ഉള്ളിൽ അവർ മദേഴ്സ് ആകുന്നു. അവർക്ക് ചിലപ്പോൾ ഉടനെ ഒരു ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും പഠനം കഴിഞ്ഞിട്ട്. പക്ഷെ ഒരു വർഷമോ അല്ലെങ്കിൽ 6 മാസമോ കഴിയുന്ന സമയത്ത് ദേ ഗെറ്റ് മാരീഡ് ആൻഡ് ദെൻ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതൊന്നും അത്ര വലിയൊരു പ്രോബ്ലം ഒന്നുമല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹൗ യു put it in your resume, how well you explain that effectively, that matters. അതുകൊണ്ട് ഡയനയുടെ 23 ഡേയ്സിന്റെ എക്സ്പീരിയൻസ് 2 ഓപ്ഷനാണ് എനിക്കുള്ളത്. രണ്ടായാലും തെറ്റില്ല. 23 ഡേയ്സിന്റെ എക്സ്പീരിയൻസ് കൊടുത്തുകൊണ്ട് പറയുകയാണ് സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ് എന്ന് പറയുകയാണെങ്കിൽ പ്രോബ്ലം ഇല്ല. പക്ഷെ അതൊരു ഇന്റർവ്യൂ വരുമ്പോഴേ നമുക്കത് പറയാൻ പറ്റൂ. ഒരു ഇന്റർവ്യൂ കിട്ടുമ്പോഴേ പറയാൻ പറ്റും. സപ്പോസ് ഈ ഒരു റീസൺ കൊണ്ട് നമ്മുടെ ഈ കുട്ടി ഒരു എന്താ പറയുക, ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് 23 ഡേയ്സ് മാത്രമേ വർക്ക് ചെയ്തു എന്നുള്ള ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം. അപ്പൊ സർ ആദ്യം പിന്നീട് വർക്ക് ചെയ്ത് then again ഇന്റേൺ ആയിട്ട് ചെയ്തെന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് ആവോ? അതുകൊണ്ട് പിന്നീട് ഇന്റേൺ ചൂസ് ചെയ്ത് എന്നുള്ളത് അത് ഇന്റർവ്യൂല് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. then അത് ഈ ഇന്റേൺ ചൂസ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് ഒന്നുമല്ല. ഇന്റേൺ ചൂസ് ചെയ്യുന്നത് നമുക്കൊരു കരിയർ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ നമ്മളൊരു പുതിയ ഒരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ലേണിംഗിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്റേൺ ചൂസ് ചെയ്യുന്നവരുണ്ടായിരുന്നു, ധാരാളം ഉണ്ട്. ഇറ്റ്സ് നോട്ട് എ നെഗറ്റീവ് തിങ്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നിങ്ങൾ ഈവൻ നിങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു ജോബ് കിട്ടുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ദാറ്റ് ഇന്റേൺ. ഓക്കെ, ക്ലിയർ ആയോ? ഉത്തരം ക്ലിയർ ആണോ? ഞാൻ കൺവിൻസ്ഡ് ആണോ? ഓക്കെ, ഫൈൻ, താങ്ക് യു. Anybody else?
സർ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുള്ള എന്താ വെച്ചാല് ഇപ്പോഴത്തെ ഈ UAE-ലൊക്കെ ATS ഫ്രണ്ട്ലി റെസ്യൂമെയാണ് ഓരോ കമ്പനീസ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവർ ഉദ്ദേശിക്കുന്ന ATS ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ എങ്ങനെയാണത്? ATS ഫ്രണ്ട്ലി എന്ന് പറയുന്നത് ATS എന്ന് പറഞ്ഞാൽ ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്നാണ് അതിന്റെ ഷോർട്ട് എന്താ പറയുക ഫോമാണ് ATS, ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം. ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം ഈസ് എ സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ഇന്ന് തൊഴിലില്ലാത്തവർ ധാരാളം ഉണ്ട്. ഒരു വേക്കൻസി കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു ജോബ് ഓപ്പണിംഗ് കാണുമ്പോൾ തന്നെ അതിനകത്തേക്ക് ധാരാളം ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വിൽ അപ്ലൈ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഗൂഗിളിൽ ഏതെങ്കിലും ഒരു വേക്കൻസി. സപ്പോസ് നിങ്ങളൊരു എന്താ പറയുക ഒരു HR ഓപ്പറേഷൻസിലുള്ള ഒരാളാണെങ്കിൽ HR ഓപ്പറേഷൻസ് നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം നൗക്കറിയിലോ ഇൻഡീഡിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോബ് ബോർഡുകളിലോ ഒക്കെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇവിടെയൊക്കെ എത്ര ആപ്ലിക്കേഷൻ ആൾറെഡി സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിന്റെ കണക്ക് അവിടെ കാണുന്നുണ്ടായിരിക്കും. അത് തൗസൻഡ്സിലാണ് ഇത് കാണുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യാം, ഒരു കമ്പനിയിലെ HR-ലേക്ക് ഒരു വേക്കൻസിയിലേക്ക് ഒരു തൗസൻഡ്സ് ഓഫ് അപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ഈ അപ്ലിക്കേഷൻ എല്ലാം മാനുവലായി പരിശോധിച്ച് റൈറ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ കണ്ടെത്തുക എന്നുള്ളത് ഇറ്റ്സ് എ ഹാർഡ് ജോബ് റിയലി. ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് എഫർട്ട് ആൻഡ് ടൈം, അല്ലേ? സോ ഇത് എങ്ങനെയെങ്കിലും ലഘൂകരിക്കാൻ എന്ന ഒരു ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ATS ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഹൗ ഡസ് ഇറ്റ് വർക്ക്? നിങ്ങളുടെ റെസ്യൂമെ ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് തന്നെ നിങ്ങൾ എലിജിബിൾ ആണോ ആ ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് ഒന്നുകിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ റിജക്ട് ചെയ്യപ്പെടുകയോ ചെയ്യും. ATS ആക്ച്വലി റിജക്ട് ചെയ്യണമെന്നില്ല, പക്ഷെ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ഒരു റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി കമ്പനികൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ATS ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ? എന്തിനാണ്? മാനുവൽ ആയിട്ട് ഓരോ ആപ്ലിക്കേഷനും പരിശോധിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് തൗസൻഡ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് ഓർ ഹൺഡ്രഡ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ ഈ ATS സഹായിക്കും. കമ്പനികൾ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ATS റെസ്യൂമെ എന്ന് പറഞ്ഞാൽ എന്താണ്? ATS ഫ്രണ്ട്ലി റെസ്യൂമെ എന്ന്. ഇപ്പൊ ATS എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ATS ഫ്രണ്ട്ലി റെസ്യൂമെ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ഫ്രണ്ട്ലി എന്ന് പറയുന്നത്? ഇവിടെ അതിനുമായിട്ട് കംപ്ലൈന്റ് ആവുക എന്നുള്ളതാണ്. ആ ATS-ന് നിങ്ങളുടെ റെസ്യൂമെ ഈസി ആയിട്ട് പാഴ്സ് ചെയ്ത് നിങ്ങളുടെ റെസ്യൂമയിലുള്ള കീവേഡ്സിന് അല്ലെങ്കിൽ കോണ്ടന്റിന് ഒരു സ്കോർ നൽകാൻ സഹായകമാകുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്ത റെസ്യൂമേക്കാണ് ATS ഫ്രണ്ട്ലി റെസ്യൂമെ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ റെസ്യൂമിലെ കോണ്ടന്റിന് നമ്മൾ എക്സാമില് മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ആൻസർ പേപ്പറിലുള്ള കോണ്ടന്റിനെ ബേസ് ചെയ്തിട്ടല്ലേ? അതേപോലെ നിങ്ങളുടെ റെസ്യൂമയിലുള്ള കോണ്ടന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ATS ഒരു സ്കോർ നൽകുന്നത്. അപ്പൊ അത് എത്ര സ്കോർ ആയിരിക്കണം എന്നുള്ളത് കമ്പനി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്തായിരിക്കണം അതിനകത്തെ കോണ്ടന്റ്, അതിനുവേണ്ടി യൂസ് ചെയ്തിട്ടുള്ള കീവേഡ്സ്, ആ കോണ്ടന്റിൽ യൂസ് ചെയ്തിട്ടുള്ള കീവേഡ്സ് എന്തൊക്കെ എന്നുള്ളതും കമ്പനി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ സെറ്റ് ചെയ്ത കീവേഡ്സ് വെച്ചുകൊണ്ടാണോ നിങ്ങളുടെ റെസ്യൂമേയിൽ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻസോ, അതായത് നിങ്ങളുടെ പ്രൊഫഷണൽ സമ്മറി ആണെങ്കിലും സ്കിൽസ് ആണെങ്കിലും എക്സ്പീരിയൻസ് സെക്ഷൻ ആണെങ്കിലും ഒക്കെ നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ കീവേഡുകളെ വേണ്ട രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണോ എന്നുള്ളതാണ് ATS പരിശോധിക്കുന്നത്. അതൊരു വെൽ ഇന്റഗ്രേറ്റഡ്, കീവേഡ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്യൂമെ ആണെങ്കിൽ, റിച്ച്ലി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്യൂമെ ആണെങ്കിൽ യു വിൽ ഗെറ്റ് ഹൈ സ്കോർ. ഹൈ സ്കോർ കിട്ടുമ്പോൾ ഒബ്വിയസ്ലി യു വിൽ ഗെറ്റ് ഷോർട്ട് ലിസ്റ്റഡ്. അപ്പോൾ ഈ കോണ്ടന്റിനെ ശരിയായ രീതിയിൽ പരിശോധിച്ച് നിങ്ങളുടെ റെസ്യൂമേക്ക് അർഹമായ സ്കോർ നൽകണമെങ്കിൽ അതിന്റെ ഫോർമാറ്റ് മാറ്റേഴ്സ്. അതിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം? ATS-ന് ഈസി ആയിട്ട് സ്കാൻ ചെയ്ത് നിങ്ങളുടെ വിവരങ്ങൾ പരിശോധിക്കാൻ പറ്റുന്ന ഫോർമാറ്റിലായിരിക്കണം നിങ്ങളുടെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പ്രിപ്പയർ ചെയ്ത ഒരു റെസ്യൂമേക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ATS ഫ്രണ്ട്ലി റെസ്യൂമെ എന്ന് പറയുന്നത്. ഇത്രയും പറയുന്നത് ക്ലിയർ ആണോ? ഇപ്പൊ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിച്ചോളൂ. ഇത്രയും പറഞ്ഞ കാര്യത്തില്, ഇതുവരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യത്തിൽ സർ അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് മൈൻഡ് എക്സ്പ്ലെയിനിങ് അഗെയിൻ. ഹലോ.
Okay, fine. Shall I move on? Yes, sir. Okay. So, ATS friendly resume എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഒറ്റ വാചകത്തിൽ ഒന്നും കൂടി അത് സമപ്പ് ചെയ്യുക. ATSന് ഈസിയായി സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് അർഹമായ സ്കോർ തരാൻ പറ്റുന്ന ഫോർമാറ്റിൽ പ്രിപ്പയർ ചെയ്ത റെസ്യൂമേക്കാണ് ATS ഫ്രണ്ട്ലി റെസ്യൂമേ എന്ന് പറയുന്നത്. എന്താണ് ATS പരിശോധിക്കുന്നത്? നിങ്ങളുടെ റെസ്യൂമേയിൽ ഇൻഡസ്ട്രി റെലവെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റോൾ റെലവെന്റ് ആയിട്ട്, അപ്പൊ അക്കൗണ്ടന്റ് ആണെങ്കിൽ ആ അക്കൗണ്ടിന്റ് എന്ന ജോബിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കീവേഡുകൾ നിങ്ങളുടെ റെസ്യൂമേയിൽ ഉണ്ടോ എന്നതാണ് ATS പരിശോധിക്കുന്നത്. അപ്പൊ ഈ കീവേഡുകൾ എന്തൊക്കെ പരിശോധിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ATSൽ അത് ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ അത് ട്യൂൺ ചെയ്ത് കമ്പനി ട്യൂൺ ചെയ്ത് വെച്ചിട്ടായിരിക്കും. ഇപ്പൊ അക്കൗണ്ടന്റ് റോളിലേക്ക് അപേക്ഷിക്കേണ്ട ആൾക്കാർക്ക് ഇന്ന എക്സ്പീരിയൻസ് ആണ് വേണ്ടത്, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം, സ്കിൽസ് ഉണ്ടായിരിക്കണം, ഇത്ര നമ്പർ ഓഫ് ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള കാര്യങ്ങൾ ATSൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും എംപ്ലോയർ. അതിനനുസരിച്ചിട്ടുള്ള ഒരു റെസ്യൂമെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ അത് ഷോർട്ട് ലിസ്റ്റഡ് ആകും. സോ ദിസ് ഈസ് ഹൗ ATS വർക്ക്സ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ATS ഫ്രണ്ട്ലി റെസ്യൂമയുടെ ഫോർമാറ്റ് എന്താണ്? കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിലേക്ക് ഞാൻ വരാം. ഫോർമാറ്റ് എന്താണ്? ഫോർമാറ്റ് സിമ്പിൾ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സിംഗിൾ കോളം റെസ്യൂമെയാണ് വേണ്ടത്. റിമെമ്പർ ദീസ് വേർഡ്സ്, സിംഗിൾ കോളം റെസ്യൂമെ. മൾട്ടിപ്പിൾ കോളംസ്, ടേബിൾസ്, ടെക്സ്റ്റ് ബോക്സസ്, അതേപോലെ ചാർട്ടുകൾ, ഗ്രാഫുകൾ, ഫാൻസിഫുൾ ആയിട്ടുള്ള ഫോണ്ടുകൾ, ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻഫർമേഷൻ ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും റെസ്യൂമെ ഭയങ്കര വിഷ്വലി ഇമ്പാക്ട്ഫുൾ ആക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു 2-3 വർഷത്തോളമായിട്ട് ATS ഫ്രണ്ട്ലി റെസ്യൂമേസ് ആണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അപ്പോൾ പഴയ കാലങ്ങളിലുള്ള റെസ്യൂമേസ് ഒക്കെ എങ്ങനെയാണ്? കോളം വെച്ചിട്ടുണ്ടായിരിക്കും, അതിനകത്ത് കളേഴ്സ് ഉണ്ടായിരിക്കും, എക്സ്പീരിയൻസ് സെക്ഷൻ ടേബിൾ ആയിട്ടാവും കൊടുത്തിട്ടുണ്ടാവുക, എഡ്യൂക്കേഷൻ ടേബിൾ ആയിട്ടാവും കൊടുത്തിട്ടുണ്ടായിരിക്കുക, ലാംഗ്വേജിനെ കുറിച്ചും സ്കിൽസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുക, ചിലപ്പോൾ ബാർ ചാർട്ടുകളൊക്കെ മറ്റേ യൂസ് ചെയ്ത് ഗ്രാഫൊക്കെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം. ഇതെല്ലാം ATSന് ചലഞ്ചിങ് ആണ്. ഇത്തരത്തിലാണെങ്കിൽ ATS വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഈവൻ ഫോട്ടോ പോലും വെക്കരുത് എന്നാണ് പറയുന്നത്. ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ അങ്ങനെയാണ്, എക്സ്പേർട്സ് പറയുന്നതാണ്. ഫോട്ടോ പോലും ATSനെ കൺഫ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷെ നമ്മൾ GCC പോലെയുള്ള കൺട്രീസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഫോട്ടോ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വേണം, അവർക്ക് ഫോട്ടോ കാണണം എന്നുള്ള ചില പ്രിഫറൻസസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഫോട്ടോ വെക്കുന്നതുകൊണ്ട് അത്ര വലിയ കുഴപ്പമില്ല. ബട്ട് അത് റീഡ് ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ടേബിൾസും ടെക്സ്റ്റ് ബോക്സസും ഒക്കെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ സിമ്പിൾ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു വൈറ്റ് പേപ്പറിൽ നമ്മൾ ഒരു റെസ്യൂമെ തയ്യാറാക്കിയാൽ എങ്ങനെയായിരിക്കും? സിമ്പിൾ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെസ്യൂമേസ് ആണ് നമുക്ക് വേണ്ടത്. ഞാൻ വേണമെങ്കിൽ ഒരു റെസ്യൂമെ നിങ്ങൾക്കൊന്ന് ഒരു ഷെയർ ചെയ്ത് കാണിക്കാം. സോ യു വിൽ ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് ദാറ്റ്, റൈറ്റ്? ഷാൽ ഐ ഷെയർ ഇറ്റ്? Yes, sir. Yes, sir. Yes, sir. Please wait, okay. കാണുന്നുണ്ടോ? No, sir. കാണുന്നുണ്ടോ? Yes, sir. Yes, sir. യെസ്, സൽമാൻ ഫാരിസ് എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിന്റെ റെസ്യൂമെയാണ്. സോ നോക്കൂ, സൽമാൻ ഫാരിസ് ആരാണ്? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ നെയിം പെട്രോകെമിക്കൽ എഞ്ചിനീയർ, ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് പ്രൊഫഷണൽ. അപ്പൊ ആരാണ് ഈ പല ആൾക്കാരുടെയും റെസ്യൂമിൽ ഇത് മിസ്സിംഗ് ആയിരിക്കും. നമ്മുടെ ജോബ് റോൾ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന റോൾ ഏതാണെന്നുള്ളത് മിസ്സിംഗ് ആയിരിക്കും. അവിടെ അവരുടെ പേരും അവരുടെ ഡീറ്റെയിൽസും അഡ്രസ്സും ഒക്കെയാണ് ഉണ്ടാവുക. സപ്പോസ് ദിസ് സീരീസ് പെട്രോകെമിക്കൽ എഞ്ചിനീയർ, ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊഫഷണൽ, അബുദാബി, UAE, അവരുടെ ഫോൺ നമ്പർ, അവരുടെ ഇമെയിൽ ID ആൻഡ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ലിങ്ക്. ഓക്കെ, ഇതാണ് ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. പേഴ്സണൽ കോണ്ടാക്ട് ഇൻഫർമേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവരാരാണ് എന്താ. നെക്സ്റ്റ് പ്രൊഫഷണൽ സമ്മറി. പ്രൊഫഷണൽ സമ്മറി എന്താണ്? നമ്മുടെ ഒരു പ്രൊഫഷണൽ ജേണി
എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നും എന്താണ് നമ്മുടെ കീ സ്കിൽസ് എന്നുള്ളതും എന്തൊക്കെയാണ് നമ്മുടെ അച്ചീവ്മെന്റ്സ് എന്നുള്ളതും എന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ റെസ്യൂമേൽ പറയുന്നുണ്ടാവുക. അതിന്റെ ഒരു സ്നാപ്ഷോട്ട് ആണ് ഈ പ്രൊഫഷണൽ സമ്മറി എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി containing maybe 4 or 5 sentences. Okay. Then comes professional experience. Professional experience il endana vendade job role aanu. I mean role name aanu. Okay. Then company ide pere. Okay. Location and the period of employment. കാണുന്നുണ്ടല്ലോ അല്ലേ? Yes sir. Yes, sir. അതിന് താഴെ നോക്കൂ. ഇദ്ദേഹം ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ വർക്ക് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇതെല്ലാം. അവരെന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത്? അസിസ്റ്റഡ് ഇൻ ദ ഇൻസ്റ്റലേഷൻ, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റിഗ് ആൻഡ് ഡ്രില്ലിംഗ് എക്യുപ്മെന്റ്, എൻഷുറിംഗ്. ഇങ്ങനെ നമ്മൾ അവിടെ എന്താണ് അവിടെ ചെയ്തത്, അതിന് എന്ത് ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ ഈ ഒരു പോയിന്റ് നോക്കും. പാർട്ടിസിപ്പേറ്റഡ് ഇൻ സേഫ്റ്റി, ഹസാർഡ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ടൂൾ ബോക്സ് സ്റ്റോക്സ്, contributing to a 100% incident-free safe record during project tenure. ഇത് ഈ സൽമാൻ ഫാരിസ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ്, ഐ മീൻ ആ ഒരു പ്രൊഫഷണൽ ഒരു പർട്ടിക്കുലർ റെസ്പോൺസിബിലിറ്റി ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, ഐ മീൻ അദ്ദേഹം എന്താ പറയുക, ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഇവിടെ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് സെക്ഷനിൽ എപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ് എങ്കിൽ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന റെസ്പോൺസിബിലിറ്റീസിനെ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിന് പകരം പവർഫുൾ ആയിട്ടുള്ള ആക്ഷൻ വേർഡ്സ് വെച്ചുകൊണ്ട്, ലൈക്ക് അസിസ്റ്റഡ്, കണ്ടോ, അസിസ്റ്റഡ്, സപ്പോർട്ടഡ്, കണ്ടക്റ്റഡ്, കൊളാബറേറ്റഡ്, പാർട്ടിസിപ്പേറ്റഡ്, റിപ്പോർട്ടഡ്, ഇതൊക്കെ നല്ല പവർഫുൾ ആയിട്ടുള്ള ആക്ഷൻ വേർഡ്സ് ആണ്. ഈ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്, എന്ത് ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തതെന്ന് കൂടി പറയുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ എന്താവുന്നത്, റിക്രൂട്ടർ ഫ്രണ്ട്ലി കൂടിയാകുന്നത്. അപ്പൊ നമ്മൾ ATS ഫ്രണ്ട്ലി എന്നുള്ള ഒരു ഒറ്റ ആസ്പെക്ട് ആണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. റിക്രൂട്ടർ ഫ്രണ്ട്ലി ഞാൻ നെക്സ്റ്റ് പറയുന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ ATS ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്യൂമെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ഷീറ്റ്, സിമ്പിൾ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫോർമാറ്റ്, ഒരു സിംഗിൾ കോളം റെസ്യൂമെയാണ് ATS ഫ്രണ്ട്ലി റെസ്യൂമെ. ഇറ്റ് ഷുഡ് ബി കീവേഡ് റിച്ച് ഓൾസോ. എവിടെയാണ് കീവേഡുകൾ ആഡ് ചെയ്യേണ്ടത്? നമുക്ക് കീവേഡ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കൊടുത്തിട്ട് ഒരു 100 കീവേഡ് ആഡ് ചെയ്യാൻ പറ്റുമോ? നെവർ. You have to meaningfully integrate the keywords in your professional summary and your, professional summary and professional experience and skill section. നമ്മുടെ സ്കിൽ സെക്ഷനിലും പ്രൊഫഷണൽ സമ്മറിയിലും പ്രൊഫഷണൽ എക്സ്പീരിയൻസിലെല്ലാം എഡ്യൂക്കേഷനിലെല്ലാം നമുക്കത് ഇന്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഇന്റിഗ്രേറ്റ് കീവേഡ് റിച്ച് ആയിട്ടുള്ള ഒരു റെസ്യൂമെയാണ് ATS എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ATS പരിശോധിച്ച് സ്കോർ തന്ന് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ സഹായകമാവും. ക്ലിയർ ആണോ ഞാൻ ഇത്രയും പറഞ്ഞത്? യെസ് സർ. നമുക്ക് വേറൊരു ഇപ്പോ ATS അല്ലാത്ത ഒരു റെസ്യൂമെ നമുക്കൊന്ന് നോക്കാം. കാണുന്നുണ്ടോ? യെസ് സർ. ഞാനിതൊന്ന് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്തതാണ് ചില റെസ്യൂമേസ് ഒന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇത് നോക്കൂ, ഈ ഒരു റെസ്യൂമേയിലുള്ള ഒരു പ്രോബ്ലം എന്താണ്? ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ റെസ്യൂമെ ഒന്ന് വിലയിരുത്താമോ? കളറാണ്, കളറിംഗ് റെസ്യൂമാണ്. കളർ ഉണ്ട്, പിന്നെ ഗ്രാഫ്, ഫോട്ടോ ഉണ്ട്, കളർ ഉണ്ട്, കോളം ഉണ്ട്, അല്ലേ? യെസ് സർ. ശരിയല്ലേ? ഇപ്പൊ ഇവിടെയാണ്, ഇതാണെങ്കിലും നോക്കൂ, ഇവിടെ കണ്ടോ ഒരു പൈ ചാർട്ട് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ നോക്കിയോ എക്സ്പെർട്ടീസ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, ജസ്റ്റ് മെൻഷൻ ചെയ്യുകയാണോ ചെയ്തിട്ടുള്ളതല്ല. ഇത് ഇത്രയും എലമെന്റ്സ് ഒന്നും ATSന് റീഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ റീഡ് ചെയ്യാൻ പറ്റാതാവുമ്പോ ആർക്കാണ് പ്രോബ്ലം? ഇപ്പൊ ഇത് നോക്കൂ, സ്കിൽ സെറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത് നോക്കൂ. ഇപ്പൊ റീഡ് ചെയ്യാൻ പറ്റില്ലേ? നോർമൽ റെസ്യൂമിലും പ്രോബ്ലം ഉണ്ടോ? കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കില്ലേ ഇങ്ങനെ വരുന്ന സമയത്ത്? കാര്യമില്ല. അട്രാക്ഷൻ എന്ന് പറയുന്നത് കോണ്ടന്റ് കൊണ്ടാണ് നമ്മൾ അട്രാക്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? കോണ്ടന്റ് ആണ് അട്രാക്റ്റീവ് ആക്കേണ്ടത്. അത് നിങ്ങളുടെ റെസ്യൂമേക്ക് ഭംഗി പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും എംപ്ലോയർ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യില്ല എന്ന് തോന്നുന്നുണ്ടോ? പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ റെസ്യൂമേയിൽ നമ്മൾ കൊടുക്കുന്നത് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമായിരിക്കണം. നമ്മളുടെ ആ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പൊ നിങ്ങളുടെ ഫീൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നിങ്ങളുടെ ഡൊമൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഫർമേഷൻ ആണ് അതിനകത്ത് ആഡ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ കംപ്ലീറ്റ് അഡ്രസ്സ് കൊടുക്കേണ്ട കാര്യമില്ല. കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും അല്ലെ? എല്ലാവരും ഒന്ന് ഹായ് പറയൂ എല്ലാവരും കൂട്ടത്തോടെ. സോ നമ്മുടെ റെസ്യൂമിൽ എപ്പോഴും റെലവെന്റ് ഇൻഫർമേഷൻ മാത്രമാണ് കൊടുക്കേണ്ടത്. റെലവെന്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ജോബ് റോളിലേക്ക് അപേക്ഷിക്കുന്ന ആളാണെങ്കിൽ ആ ജോബ് റോളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ് കൊടുക്കുന്നത്. സാധാരണ കാണുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മള് ഇപ്പോ പേരിന് താഴെ നമ്മൾ അക്കൗണ്ടന്റിന് കൊടുത്തു, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനറിന് കൊടുത്തു, നമ്മുടെ റോൾ നെയിം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ താലൂക്ക് അടക്കം മെൻഷൻ, പിൻകോഡും താലൂക്കും എല്ലാം മെൻഷൻ ചെയ്തുകൊണ്ടുള്ള അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട്. ഒരിക്കലും അത് ആവശ്യമില്ല. അതൊക്കെ പണ്ടത്തെ കാലത്ത് നമ്മൾ ഒരു ലെറ്റർ അയച്ച് ഇന്റർവ്യൂവിന് ക്ഷണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രാക്ടീസാണ് ഈ പിൻകോഡൊക്കെ. നിങ്ങളൊന്നും അന്വേഷിച്ച് ആരും വരാനൊന്നും തോന്നുന്നില്ല. സപ്പോസ് നിങ്ങളിപ്പോൾ കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു കേരള ബേസ്ഡ് കമ്പനിയിലേക്കാണ് അപ്ലൈ ചെയ്യുക, എറണാകുളത്തെ ഒരു കമ്പനിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കോഴിക്കോട് മാത്രമേ ലൊക്കേഷൻ കൊടുക്കേണ്ട കാര്യം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഫാത്തിമ ഷർഫിയ ഡിജിറ്റൽ മാർക്കറ്റർ, ലൊക്കേഷൻ എന്താ കൊടുക്കേണ്ടത്? കോഴിക്കോട് ഓർ മലപ്പുറം. കേരളത്തിന് പുറത്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് കേരള ഇന്ത്യ. മനസ്സിലായോ? ഇന്ത്യക്ക് പുറത്താണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും കേരള ഇന്ത്യ എന്ന് മാത്രം കൊടുക്കാം. കേരളത്തിലാണെങ്കിൽ നമുക്ക് എന്ത് വേണ്ടു? ലൊക്കേഷൻ കൊടുക്കേണ്ട കാര്യം. ഇപ്പൊ ബാംഗ്ലൂരാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കേരള ബാംഗ്ലൂർ, കേരള ഇന്ത്യ എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കേരള എന്ന് മാത്രം കൊടുത്താലും മതി. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് കോഴിക്കോട് കേരള എന്ന്. ഓക്കെ, അപ്പൊ ലൊക്കേഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ രണ്ട് തരത്തിലുള്ള ഇമ്പോർട്ടൻസ് അതിനകത്തുണ്ട്. ഒന്ന് നമ്മളുടെ കംപ്ലീറ്റ് അഡ്രസ് അതിനകത്ത് ആഡ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ ലൊക്കേഷൻ മാത്രം ആഡ് ചെയ്താൽ മതി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയാണോ ആ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്, ആ ഒരു വേക്കൻസി എവിടെയാണോ, ഇപ്പൊ ബാംഗ്ലൂരാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂരിന് ചേർക്കുന്നത് കുറച്ചുകൂടി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടാവും. കാരണം എംപ്ലോയർ ഒരു പക്ഷെ ബാംഗ്ലൂരിൽ താമസിക്കുന്ന, ബാംഗ്ലൂരിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ അവർ അന്വേഷിക്കുന്നത് എങ്കിൽ നിങ്ങൾ കേരള കോഴിക്കോട് കേരള എന്ന് വയ്ക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യത കുറവാണ്. എന്നാൽ നിങ്ങൾ അതിനുവേണ്ടി ബാംഗ്ലൂരിൽ പോയി താമസിക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ പോയി സ്റ്റേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു നൈറ്റിന്റെ ഒരു ഓവർനൈറ്റ് ജേർണിയുടെ ആവശ്യമുള്ളൂ. അപ്പൊ ഇന്റർവ്യൂവിന് എന്തായാലും നിങ്ങൾക്ക് 2-3 days ബിഫോർ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടായിരിക്കും. ഇൻഫർമേഷൻ ഞാൻ പറയുന്നത് ഓഫ്ലൈൻ ഇന്റർവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് അവിടെ എത്താവുന്നതേ ഉള്ളൂ. ഇറ്റ് മീൻസ് എന്താണ്, നിങ്ങൾ എവിടെയാണ് സ്ഥലം? ഞാൻ കോഴിക്കോടാണ്. നിങ്ങൾ റെസ്യൂമിൽ ബാംഗ്ലൂർ നമ്മൾ വെച്ചിട്ടുള്ളത് ഐ എം റെഡി ടു റീലൊക്കേറ്റ്. സിമ്പിൾ, ഇത്ര പറയേണ്ട കാര്യമുള്ളൂ. അപ്പൊ നമുക്ക് ഏറ്റവും എവിടെയാണോ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ ആ ഒരു എന്താ പറയുക ലൊക്കേഷനാണ് നമ്മൾ കൊടുക്കാൻ, ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലത്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കോഴിക്കോട് കേരള എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ തൃശ്ശൂർ കേരള, അല്ലെങ്കിൽ ട്രിവാൻഡ്രം കേരള എന്ന് കൊടുക്കാം. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, ബട്ട് യു ഷുഡ് നെവർ ഗിവ് യുവർ ഫുൾ അഡ്രസ്. പേഴ്സണൽ കോൺടാക്റ്റുകളൊന്നും കൊടുക്കേണ്ട കാര്യം. അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, ഭർത്താവിന്റെ പേര്, കുട്ടികളുടെ പേര്, റിലീജിയൻ, അതേപോലെ നിങ്ങളുടെ ഹോബീസ് ആൻഡ് എന്താ പറയുക ഇൻട്രസ്റ്റ്. ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ് റിലവന്റ് ആണെങ്കിൽ ആവാം. സപ്പോസ് നിങ്ങളൊരു ഒരു എന്താ പറയുക ഒരു
സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ജോബിനാണ് അപ്ലൈ ചെയ്യുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റ് ജോബിനാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയിലോ വീഡിയോഗ്രാഫിയിലോ താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം, ബിക്കോസ് ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ്. നിങ്ങൾക്ക് നീന്തലാണ് താല്പര്യം എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇറ്റ്സ് നോട്ട് റെലവെന്റ്. നിങ്ങൾക്ക് എന്താ പറയുക, പാട്ട് പാടുന്നതിലാണ് താല്പര്യം എന്ന് പറയുന്നതുകൊണ്ടും ഇറ്റ് ഈസ് നോട്ട് റെലവെന്റ്. സോ എപ്പോഴും നമ്മൾ ഹോബീസും ഇൻട്രസ്റ്റും ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി അതൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല, ബട്ട് യു ക്യാൻ ആഡ് ഇഫ് ഇറ്റ് ഈസ് റെലവെന്റ്. ദാറ്റ്സ് വൺ തിങ്. ആൻഡ് സെക്കൻഡ് തിങ്, നമ്മൾ റെഫറൻസസ് ആഡ് ചെയ്യും. റെഫറൻസസ് ആഡ് ചെയ്യേണ്ട ഒരു കാര്യവും നമുക്കില്ല. റെഫറൻസ് ിക്കെ എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ റേസ് അപ്പ് അക്കാഡമി ഞാനൊന്ന് ചാറ്റിൽ വരാം. raiseup.academy പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കോണ്ടന്റ് കിട്ടും. ഇഫ് യു ആർ സീരിയസ്ലി ലുക്കിംഗ് ഫോർ എ ജോബ്, ദിസ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. ഓക്കെ, കേൾക്കുന്നുണ്ട്? ഹലോ, ഓക്കെ, ഫൈൻ. സോ നിങ്ങൾ റെഫറൻസ് കൊടുക്കേണ്ട കാര്യമില്ല. റെഫറൻസ് എന്ന് പറയുന്നത് ആക്ച്വലി എപ്പോഴാണ് ഒരു റെഫറൻസ് നമുക്ക് ഒരു എംപ്ലോയർക്ക് ആവശ്യമായത് വരുന്നത് അറിയോ? അത് ഹയറിങ്ങിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് റെഫറൻസ് വെക്കുക, അവർ ചോദിക്കുക. അത് വേണമെങ്കിൽ അവർ ചോദിച്ചോളൂ. നമുക്ക് ഈവൻ അവൈലബിൾ ഓൺ റിക്വസ്റ്റ് എന്ന് പോലും വെക്കേണ്ട കാര്യമില്ല. അതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ. നമ്മളിപ്പോൾ ആ റോളിലേക്ക് നിങ്ങൾ ഫിറ്റ് ആണ് എന്ന് കാണിക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻ മാത്രം ആഡ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ മസ്റ്റ് ആണ്, സ്കിൽസ് മസ്റ്റ് ആണ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സെക്ഷൻ മസ്റ്റ് ആണ്, പ്രൊഫഷണൽ സമ്മറി മസ്റ്റ് ആണ്, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി മസ്റ്റ് ആണ്, നിങ്ങളുടെ ഫോൺ നമ്പർ മസ്റ്റ് ആണ്, നിങ്ങളുടെ ലിങ്ക്ഡിൻ ഐ ഡി മസ്റ്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഫർമേഷൻ എല്ലാം വേണം. ഈവൻ ലാംഗ്വേജ് പോലും നിങ്ങൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. യു ഷുഡ് നോ ഇംഗ്ലീഷ്. സോ ഇംഗ്ലീഷ്, മലയാളം, തമിഴ് എന്നൊന്നും പറയുന്ന സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മെൻഷൻ ചെയ്യാം. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഏത് റോളിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ റോളിലേക്ക് ഒരു JD ഉണ്ടാവുമല്ലോ. വാട്ട് ഈസ് JD? ജോബ് ഡിസ്ക്രിപ്ഷൻ. ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടത് അതെല്ലാം നമ്മുടെ റെസ്യൂമയിൽ ഉണ്ടെങ്കിൽ അതൊരു മാച്ചിങ് റെസ്യൂമെയാണ്, ആ JD-യുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു റെസ്യൂമെയാണ്. സോ ഈ തരത്തിൽ ഓരോ JD-യുമായിട്ടും നമ്മൾ കസ്റ്റമൈസ് ചെയ്തുകൊണ്ടാണ് റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ യു ടു ഗെറ്റ് ഷോർട്ട് ലിസ്റ്റഡ് ബൈ ദ ATS ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ഫോർ യു ടു ഗെറ്റ് നോട്ടീസ്ഡ് ബൈ ദ HR ഓർ ദ എംപ്ലോയർ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയത് എന്തായിരുന്നു? ATS എന്താണെന്ന് പറഞ്ഞു, എങ്ങനെയാണ് ATS വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമെ എന്താണെന്ന് പറഞ്ഞു, ATS എന്താണ് പരിശോധിക്കുന്നത് റെസ്യൂമെയിലെ കീവേഡുകളാണ്. അപ്പൊ ഈ കീവേഡുകൾ എവിടുന്ന കിട്ടുക? നമ്മുടെ JD-യിൽ ഉണ്ടാവും. ജോബ് ഡിസ്ക്രിപ്ഷൻസിൽ ആ പർട്ടിക്കുലർ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ ഒരു ആഡ് കാണുന്ന സമയത്ത് ഒരു റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കും. അത് നിങ്ങൾ പരിശോധിച്ച് നല്ല രീതിയിൽ പരിശോധിച്ച് ആ കീവേഡുകളെല്ലാം നിങ്ങളുടെ റെസ്യൂമേയിൽ സ്കിൽ സെക്ഷനിലും പ്രൊഫഷണൽ സമ്മറിയിലും പ്രൊഫഷണൽ എക്സ്പീരിയൻസ് സെക്ഷനിലും മീനിങ് ഫുള്ളി ഇന്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാൽ നിങ്ങളുടെ റെസ്യൂമെ ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു ഗെറ്റ് യുവർ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ്. ഇത്രയും പറഞ്ഞാൽ ക്ലിയർ ആണോ? യെസ് സർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ പ്ലീസ്. സാറ് പറഞ്ഞിരുന്നു ഇപ്പം നമ്മുടെ പേര് കഴിഞ്ഞിട്ട് വരുന്ന നമ്മുടെ പ്ലേസ് വെക്കുമല്ലോ. അപ്പം ഞാൻ ആക്ച്വലി നാട്ടിലല്ല താമസിക്കുന്നത്, ഞാൻ ബാംഗ്ലൂർ താമസിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ റെസ്യൂമെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഏവിയേഷൻ ഇൻഡസ്ട്രിയാണ്, എയർപോർട്ടിലാണ്. ഓക്കെ. അപ്പം ഞാൻ ഒബ്വിയസ്ലി എനിക്ക് പുറത്തേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ സേവ് ചെയ്ത് നോക്കുന്നത്, അതായത് എയർലൈൻസിന്റെ അവരുടെ പേജിലാണ് നമ്മൾ ഈ റെസ്യൂംസ് ഒക്കെ ഡ്രോപ്പ് ചെയ്യുന്നത്. അതായത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്താണ് നമ്മൾ ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരുന്ന അനുസരിച്ചാണ് നമ്മളിത് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എൻ്റെ പേര് കഴിഞ്ഞിട്ട്
ഞാൻ കേരളന്ന് കൊടുക്കണോ അതോ ബാംഗ്ലൂർ ഇന്ത്യന്ന് കൊടുക്കുന്നതാണോ ബെറ്റർ? നിങ്ങൾ അപ്പൊ കേരള എന്ന് കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾ പുറത്തേക്കല്ലേ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ബാംഗ്ലൂർ ആണെങ്കിലും കേരളയിലാണെങ്കിലും സെയിം ഫോർ ദം. യു എയിലെ എമിറേറ്റ്സിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അവിടെ നിങ്ങൾ ബാംഗ്ലൂർ ആണെങ്കിലും കേരളത്തിൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ വയനാടോ ആണെങ്കിലും നോ പ്രോബ്ലം. ഓക്കെ, സെയിം. ബട്ട് നിങ്ങൾ ബാംഗ്ലൂരിലാണ് ഒരു ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് എങ്കിൽ നിങ്ങൾ ബാംഗ്ലൂരിന് കൊടുക്കുന്നതാണ് നല്ലത്. സപ്പോസ് നിങ്ങൾ ഡൽഹിയിലാണ് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതെങ്കിൽ ബാംഗ്ലൂരിന് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ആൾറെഡി യു ആർ വർക്കിംഗ് ദർ, നോ? അപ്പൊ നിങ്ങൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, ബാംഗ്ലൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ക്യാബിൻ ക്രൂ ആണ് എങ്കിൽ നിങ്ങൾ പിന്നെ ഡൽഹിയിൽ നിന്ന് ലൊക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. കാരണം യു ആർ ആൾറെഡി വർക്കിംഗ് ദർ, യു ആർ കറന്റ്ലി എംപ്ലോയിഡ് ഇൻ ബാംഗ്ലൂർ, സോ യു കനോട്ട് ഗിവ് ഇറ്റ് ഇൻ ഡൽഹി. ഓക്കെ, സോ ഇപ്പൊ എനിക്ക് ബാംഗ്ലൂരിന് മാത്രം കൊടുത്താൽ മതി അല്ലേ? ബാംഗ്ലൂരിന് മാത്രം കൊടുത്താൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ ATS ഫ്രണ്ട്ലി റെസ്യൂമേ. ഇനി HR ഫ്രണ്ട്ലി റെസ്യൂമേ എന്ന് പറഞ്ഞാൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് HR ഫ്രണ്ട്ലി റെസ്യൂമേ? ATS ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ATS കംപ്ലൈന്റ് ആയിട്ടുള്ള, ATSന് ഈസി ആയിട്ട് നിങ്ങളുടെ റെസ്യൂമേ പാഴ്സ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റും കോണ്ടന്റും ഉള്ള റെസ്യൂമെയാണ് ATS റെസ്യൂമേ. എങ്കിൽ HR റെസ്യൂമേ എന്ന് പറഞ്ഞാൽ എന്താണ്? HR എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദേ ആർ വെരി ബിസി പീപ്പിൾ. നമ്മൾ റെസ്യൂമേയിൽ വി ഹാവ് എൻ എക്സ്പെക്ടേഷൻ ദാറ്റ് ദേ വിൽ റീഡ് എവ്രിതിങ് ദാറ്റ് യു പുട്ട് ഇൻ യുവർ റെസ്യൂമേ. അതുകൊണ്ടാണ് പലരുടെ റെസ്യൂമേയും ബയോഗ്രഫി പോലെയാകുന്നത്. അവരെല്ലാ കാര്യങ്ങളും അതിനകത്ത് വിശദമായി എഴുതിയിട്ടുണ്ടായിരിക്കും, 3-4 പേജൊക്കെ ഉണ്ടായിരിക്കും. ഈ പേജിനെ കുറിച്ച് ആരെങ്കിലും ഒന്ന്, ഞാൻ ഈ ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പേജിനെ കുറിച്ച് ആരെങ്കിലും എന്നോടൊന്ന് ചോദിക്കണം, മറന്നു പോവാതിരിക്കാൻ. ഐ വിൽ ടെൽ യു. ഓക്കെ, സോ ഇപ്പോ HR ഫ്രണ്ട്ലി റെസ്യൂമേ എന്ന് പറഞ്ഞാൽ, HR ആസ് ഐ സെഡ് വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് എവറിഥിങ് ദേ വിൽ നോട്ട് റീഡ് ഇൻ യുവർ ദോ വി എക്സ്പെക്ട് ദം ടു ഡു സോ. ബട്ട് പഠനങ്ങൾ പറയുന്നത് ഇപ്പോ ലാഡേഴ്സ് INC എന്ന് പറഞ്ഞ ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജോബ് ബോർഡാണ് ലാഡേഴ്സ് INC. ഈ ലാഡേഴ്സ് INC HR ആൻഡ് റിക്രൂട്ടേഴ്സിന്റെ ഐ മൂവ്മെന്റ് ട്രാക്ക് ചെയ്തുകൊണ്ട് ഒരു പഠനം നടത്തി. ഈ പഠനത്തിൽ അവർക്ക് മനസ്സിലായത് ഓൺ ആൻഡ് ആവറേജ് ഒരു HR റെസ്യൂമിലേക്ക് നോക്കുന്ന സമയം കേവലം 6 സെക്കൻഡ്സ് മാത്രമാണ്. ആവറേജാ പറയുന്നുണ്ടോ, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. ലൈക്ക് അവരിങ്ങനെ ടൈമർ വെച്ചുകൊണ്ട് 6 സെക്കൻഡ് ആയി അടുത്ത റെസ്യൂമിലേക്ക് പോകാൻ വേണ്ടി ടൈമർ വെച്ചിരിക്കുന്നല്ല. ആവറേജ് നോക്കുന്നത് ചില റെസ്യൂമേസിൽ കൂടുതൽ സമയം നോക്കുന്നതായിരിക്കും, ചില റെസ്യൂമേസിൽ ഈവൻ 3 സെക്കൻഡ്സ് പോലും നോക്കുന്നുണ്ടായിരിക്കില്ല. അപ്പൊ ആവറേജ് ടൈമാണ് പറയുന്നത് 6 സെക്കൻഡ്സ് ആണ് നോക്കുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മുടെ ടാർഗറ്റ് എപ്പോഴും എന്തായിരിക്കണം? 6 സെക്കൻഡ്സിനുള്ളിൽ ഈ HR-നെ അവരുടെ അറ്റൻഷൻ ഹുക്ക് ചെയ്യാൻ നമ്മുടെ റെസ്യൂമിക്ക് പറ്റണം. അവർ ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങ് മാറ്റി വെക്കാതെ അവർക്ക് അവരുടെ ശ്രദ്ധ, അവരുടെ അറ്റൻഷൻ നമ്മുടെ റെസ്യൂമിലേക്ക് ഹുക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഹുക്ക് ചെയ്തുകൊണ്ട് വി ഷുഡ് ഹുക്ക് ദം ടു സ്റ്റേ ലോങ്ങർ ഇൻ യുവർ റെസ്യൂമേ. അതെന്താണ് ഒരു സ്ട്രാറ്റജി? വളരെ വളരെ വെരി മച്ച് ഓർഗനൈസ്ഡ് ആക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാരുടെ റെസ്യൂമേയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പല തരത്തിലുള്ള എന്താ പറയാ അലൈൻമെന്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കും. അതായത് ഒരു കമ്പനി റോൾ നെയിം എഴുതി കഴിഞ്ഞതിന് ശേഷം കമ്പനിയുടെ പേര് അപ്പുറത്തെ സൈഡിലാവും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇടത് ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലാണ് പേര് റോൾ നെയിം എഴുതിയിട്ടുള്ളതെങ്കിൽ കമ്പനി നെയിം അപ്പുറത്തായിരിക്കും, റൈറ്റ് സൈഡിലായിരിക്കും. മറിച്ച് നമ്മൾ റോൾ നെയിം ആദ്യം ആഡ് ചെയ്യുന്നു, അതിന്റെ താഴെ കമ്പനി നെയിം ആഡ് ചെയ്യുന്നു. ആ ലൈനിൽ തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് എംപ്ലോയ്മെന്റ് ആഡ് ചെയ്യുന്നത് എങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. HRസിന് ഒരു പാറ്റേൺ ഉണ്ട്, ഒരു റീഡ് ചെയ്യുന്നില്ല, ഒരു സ്കിം ചെയ്യുന്നേ ഉള്ളൂ, ഒന്ന് ഓടിച്ചു നോക്കുന്നേ ഉള്ളൂ. ഈ ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു പാറ്റേൺ ഉണ്ട്, അതിനൊരു F പാറ്റേൺ റീഡിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്കിമ്മിങ് യൂസിങ് F പാറ്റേൺ. ഒരു F എഴുതിയ പോലെയാണ് അവരുടെ ഐ മൂവ്മെന്റ് ഉണ്ടായിരിക്കുക. ആദ്യം അവർ നേരെ നോക്കും മുകളിലേക്ക്, ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് നോക്കും, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് നോക്കും. ദെൻ ഒന്ന് താഴേക്ക് ഇറങ്ങും, Fന്റെ ചെറിയ ഇതില്ലേ ആ പാർട്ടിലേക്ക് ഒന്ന് നോക്കും. ദെൻ ദേ വിൽ ഗോ ഡൗൺ. ഇതാണ് F പാറ്റേൺ. ചില കേസുകളിൽ Z പാറ്റേണിലും Z എന്ന് എഴുതിയത് പോലെ നോക്കും. നേരെ അവർ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നു, നേരെ ക്രോസ് താഴേക്ക് വരുന്നു, റൈറ്റ് നിന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നു. ഇങ്ങനെയും നോക്കാറുണ്ട്. അപ്പൊ നമ്മൾ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു F പാറ്റേണിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്പേസിൽ വിസിബിൾ ആകും നമ്മുടെ ഇൻഫർമേഷൻ. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ ഒരു F പാറ്റേണിൽ വിസിബിൾ ആകുന്ന രീതിയിലായിരിക്കണം നമ്മൾ
അതിനെ ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വൺ തിങ്. സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് ഇപ്പൊ നമ്മുടെ റെസ്യൂമേല് സാധാരണ നമ്മുടെ റെസ്യൂമേല് കാണുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു വീക്കിൽ അറൌണ്ട് ഞാനും എന്റെ ടീമും കൂടി റൈസപ്പ് അക്കാഡമിയിൽ അറൌണ്ട് 200 റെസ്യൂമേസ് ലിങ്ക്ഡിൻ പ്രൊഫൈലും റിവ്യൂ ചെയ്യാറുണ്ട്. നമുക്ക് മനസ്സിലായിട്ടുള്ള ഒന്ന് രണ്ട് ഒബ്സർവേഷൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. റെസ്യൂമേൽ എല്ലാവരും മിക്ക ആൾക്കാരുടെയും റെസ്യൂമേ റെസ്പോൺസിബിലിറ്റി ഡ്രീവൺ ആണ്. എന്താ റെസ്പോൺസിബിലിറ്റി ഡ്രീവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്പീരിയൻസ് സെക്ഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു റെസ്പോൺസിബിൾ ഫോർ മാർക്കറ്റിംഗ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിന്റെ റെസ്യൂമേ പരിശോധിക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫൻ വി സി ദാറ്റ് റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസിംഗ് സെയിൽസ്, responsible for enhancing customer retention, responsible for increasing revenue, responsible for leading a team. That is why I call it a responsibility driven resume. See, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചൊന്നും ആരും ബോദർ ചെയ്യുന്നില്ല. No HR is bothered with your responsibility. They are bothered with the impact. ഓക്കെ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ക്യാരി ഔട്ട് ചെയ്തപ്പോൾ, ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ എന്ത് ഇമ്പാക്റ്റ് ആണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതെന്നാണ് അവർക്ക് അറിയാൻ താല്പര്യം. നിങ്ങൾ കുറേ കാര്യങ്ങളിൽ റെസ്പോൺസിബിൾ ആയിരുന്നു. സോ ആഫ്റ്റർ ദാറ്റ് വാട്ട് ഇമ്പാക്ട് യു കുഡ് ക്രിയേറ്റ് ബൈ ഇംപ്ലിമെന്റിംഗ് ദോസ് റെസ്പോൺസിബിലിറ്റീസ്. സോ റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസിംഗ് സെയിൽസ് എന്ന് പറയുന്നതിന് പകരം ചെറിയൊരു ട്വീക്ക് ആണ് അവിടെ ആവശ്യം നമുക്ക്, പക്ഷെ അത് ഹൈലി ഇമ്പാക്ട്ഫുൾ ആവും. ലൈക്ക് റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസിങ് സെയിൽസ് എന്നോ അല്ലെങ്കിൽ വെറും ഇൻക്രീസ്ഡ് സെയിൽസ് എന്ന് മാത്രമോ എഴുതുന്ന റെസ്യൂമേസ് ആണ് നമ്മൾ കാണുന്നത്. ഒന്നുകിൽ റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസിംഗ് സെയിൽസ് അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് സെയിൽസ് മാത്രം എഴുതി വെച്ചിട്ടുണ്ടാകും. എൻഹാൻസ്ഡ് കസ്റ്റമർ റിട്ടൻഷൻ, ലെഡ് എ ടീം, ഇൻക്രീസ്ഡ് റവന്യൂ. ഇൻക്രീസ്ഡ് റവന്യൂ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? എന്താണ് നിങ്ങൾ റവന്യൂ ഇൻക്രീസ് ചെയ്തത് മാത്രമായിരുന്നു, എന്ത് സ്ട്രാറ്റജിയാണ് അതിന് ഉപയോഗിച്ചതെന്ന് പറയുന്നില്ല, എത്രയാണ് ഇൻക്രീസ് ചെയ്തതെന്ന് പറയുന്നില്ല, എത്ര സമയം കൊണ്ടാണ് ഇൻക്രീസ് ചെയ്തതെന്ന് പറയുന്നില്ല. ഇൻക്രീസ്ഡ് സെയിൽസ് എന്ന് പറയുന്നു. എഗെയിൻ നിങ്ങൾ എത്രയാണ് സെയിൽസ് ഇൻക്രീസ് ചെയ്തത്, എത്ര സമയം കൊണ്ടാണ് ഇൻക്രീസ് ചെയ്തത്, എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻക്രീസ് ചെയ്തത്, ഇതൊക്കെയാണ് അവർക്ക് അറിയാൻ താല്പര്യം. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള റെസ്യൂമേ, രീതിയിലുള്ള എക്സ്പീരിയൻസ് സെക്ഷൻ ആണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ദാറ്റ് വിൽ റെസണേറ്റ് വിത്ത് ദ HR വെരി വെൽ. അതിനാണ് HR ഫ്രണ്ട്ലി റെസ്യൂമേ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ബുള്ളറ്റ് പോയിന്റുകൾ വെച്ചുകൊണ്ട് തന്നെ അതിനെ ഒന്ന് HR ഫ്രണ്ട്ലി ആയിട്ടൊന്ന് റീകൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ഇൻക്രീസ്ഡ് സെയിൽസ് ഓർ റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസിംഗ് സെയിൽസ് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ഇൻക്രീസ്ഡ് സെയിൽസ് ബൈ 30% in 3 months by employing social media marketing strategies. നോക്കൂ, ഏതാണ് കൂടുതൽ എംപ്ലോയർക്ക് അറിയേണ്ട ഇൻഫർമേഷൻ? HR-ന് അറിയേണ്ട ഇൻഫർമേഷൻ എന്താണ്? നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല, നിങ്ങൾ ആ റെസ്പോൺസിബിലിറ്റി ക്യാരി ഔട്ട് ചെയ്ത സമയത്ത് എന്ത് ഇമ്പാക്റ്റ് ആണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് എന്നാണ് അവർക്ക് അറിയേണ്ടത്. അപ്പോഴാണ് അവർ ചിന്തിക്കുക, ഈ ഒരു കാൻഡിഡേറ്റ് പ്രീവിയസ് കമ്പനിയിൽ 3 months കൊണ്ട് 30% സെയിൽസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട്. ഹീ ഈസ് ദ ഗൈ വി ആർ ലുക്കിംഗ് ഫോർ എന്ന് അവർക്ക് തോന്നണമെങ്കിൽ, അവർക്ക് മനസ്സിലാകണമെങ്കിൽ, we should craft it in such a way which should be result driven ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സെക്ഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇത് മനസ്സിലായ ആൾക്കാർ ഒന്ന് തംസപ്പ് ഇടും. If this is really ഇതൊരു ബൾബോൺ മൊമെന്റ് അല്ലേ, നിങ്ങൾക്ക് ഒരു ആഹ മൊമെന്റ് അല്ലേ ഈ ഒരു കാര്യം? ഒന്ന് പറയാമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? യെസ് സർ. കറക്റ്റ് ആണ് സർ. യെസ് സർ, ഇതിപ്പോ ഒരു സെയിൽസിന്റെ ഒരു സിവിയിലാണ് സർ ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതർ പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും സർ വരുന്നത്? അതർ പൊസിഷൻ ആണെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് അറിയാം അത് എന്ത് ഇമ്പാക്ട് ആണ് നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്തെന്നുള്ളത്. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്താൽ അതനുസരിച്ച് ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. വാട്ട് ഡിഡ് യു ഡു, ഹൗ ഡിഡ് യു ഡു, വാട്ട് ഇമ്പാക്ട് ഇറ്റ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഇതാണ് ഒരു ബുള്ളറ്റ് പോയിന്റിൽ ഉണ്ടാവേണ്ടത്. Okay, what did you do? Increased sales. How much? 30%. How did you do that? By employing social media marketing strategies. Okay. Led a team എന്ന് പറയുന്നതിന് പകരം led a team എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാകുന്നത്? നിങ്ങൾ ടീമിനെ ലീഡ് ചെയ്തു എന്നുള്ളത്. എത്ര വലിയ ടീമായിരുന്നു, ആരുടെ ടീമായിരുന്നു, ആരൊക്കെയാണ് ആ ടീമിൽ ഉണ്ടായിരുന്നത്?
2 പേരാണെങ്കിലും ടീം എന്ന് പറയാം, 5 പേരാണെങ്കിലും ടീം എന്ന് പറയാം, 15 പേരാണെങ്കിലും ടീം എന്ന് പറയാം. അപ്പൊ എത്ര വലിയൊരു ടീമിനെ ലീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് പറയണ്ടേ, അറിയണ്ടേ അവർക്ക്. ലെഡ് എ ടീം എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ലെഡ് എ ടീം ഓഫ് 10 മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ആൻഡ് ഇൻക്രീസ് സെയിൽസ് ദിസ് മച്ച് ഇൻ ദിസ് ഈ ഒരു പീരീഡിൽ 3 months അല്ലെങ്കിൽ 6 months എന്ന് പറയുമ്പോഴല്ലേ അത് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവരെന്താ ചിന്തിക്കുന്നത്, ഈ ഒരു കാൻഡിഡേറ്റ് പ്രീവിയസ് കമ്പനിയിൽ ഈ ഒരു പർട്ടിക്കുലർ റെസ്പോൺസിബിലിറ്റി ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഈ രീതിയിലുള്ള ഒരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഹീ ഈസ് ദ വൺ വി ആർ ലുക്കിംഗ് ഫോർ എന്നുള്ള ഒരു രീതിയിൽ അവർക്ക് ഇത് മനസ്സിലാകുന്നത് ദിസ് ഇസ് ദ ഓൺലി വേ. ബിക്കോസ് സെയിം പെയിൻ പോയിന്റ് ആവും അവർക്ക് ഉണ്ടാവും. ഒരു കമ്പനി ഒരാളെ ഹയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ പെയിൻ പോയിന്റ്സ് സോൾവ് ചെയ്യാൻ, അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വെറുതെ ശമ്പളം കൊടുക്കാൻ വേണ്ടി ആരും ഹയർ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അവർക്ക് കുറെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ആ പ്രോബ്ലംസ് എവിടുന്ന് നമുക്ക് മനസ്സിലാകും? JD പറഞ്ഞിട്ടുണ്ടായിരിക്കും അത്. ദീസ് ആർ ദ പ്രോബ്ലംസ് വി ഹാവ് എന്ന് പറഞ്ഞിട്ടല്ല പറഞ്ഞിട്ടുണ്ടാവുക. വി ക്യാൻ റീഡ് ഇറ്റ് ഫ്രം ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ്. നമുക്ക് മനസ്സിലാവും അവരുടെ പ്രോബ്ലംസ് എന്താണ്. അപ്പൊ ആ പ്രോബ്ലംസ് നിങ്ങൾ പ്രീവിയസ് കമ്പനിയിൽ അഡ്രസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതൽ. സോ ഇൻക്രീസ്ഡ് സെയിൽസ് എന്ന് പറഞ്ഞ ഒരു കാൻഡിഡേറ്റിനേക്കാൾ 99.9% പ്രിഫറൻസ് കിട്ടുക ഇൻക്രീസ്ഡ് സെയിൽസ് ബൈ 30% in 3 months by employing social media marketing strategies. So what you did, how you did, and what impact you could produce, or what value you could add. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഓരോ എക്സ്പീരിയൻസ് സെക്ഷനിലെയും ബുള്ളറ്റ് പോയിന്റിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അങ്ങനെയാവുന്ന അത്തരത്തിലുള്ള റെസ്യൂമേഴ്സിനാണ് HR ഫ്രണ്ട്ലി റെസ്യൂമേ. Is it clear to you? Yes, sir. Hello, Okay. sir. Am I audible? Yes, you are audible, Nishida. Okay. Audible. ഞാനിപ്പോ വർക്ക് Audible. ചെയ്യുന്നത് പർച്ചേസ് മാനേജിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ Okay. അവിടെ എനിക്ക് പുതിയ റിക്രൂട്ട്സ് എനിക്ക് റിക്രൂട്ട്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബട്ട് റിക്രൂട്ട് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ടെപ്പർവെയർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്റെ കമ്പനി. Okay. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പൊ അവിടെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആളുകളെ കണ്ടെത്തി അവർ ത്രൂ നമുക്ക് ബിസിനസ് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ ബിസിനസ് മാർക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. Okay. അപ്പോ ആ രീതിയിൽ എനിക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ ഓരോ ഓരോ മാസം മീറ്റിംഗ് വെച്ചിട്ട് ഓരോ വ്യത്യസ്ത സ്ഥലങ്ങൾ ഓൾ കേരള ഡിസ്ട്രിബ്യൂഷനാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ വ്യത്യസ്ത സ്ഥലങ്ങളിൽ മീറ്റിംഗ് വെച്ചിട്ട് അവിടുന്ന് പുതിയ റിക്രൂട്ട്സിനെ കണ്ടെത്തി അവരെ മോട്ടിവേറ്റ് ചെയ്ത് ത്രൂ നമുക്ക് സെയിൽ ഉണ്ടാക്കി. പിന്നെ അതുപോലെ അതെ ഡയറക്ട് സെല്ലിംഗ് ആണ്. ഓക്കെ, അത് ത്രൂ സെയിൽ നടത്തി അതുപോലെ അവരുടെ പെർഫോമൻസ് അപ്രൈസൽ എടുത്ത് അവർക്ക് മോട്ടിവേഷനും അതുപോലെ റെക്കഗ്നേഷനും കൊടുത്ത് അപ്പൊ അത്തരത്തിലുള്ള ഒരു റൂട്ടീനിലൂടെയാണ് ഞാൻ എന്റെ വർക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ ഞാൻ ഈ HR-ന്റെ പേറോളിന്റെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. ബാക്കി ഓൾമോസ്റ്റ് HR റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഒരു HR-ലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത്, ഒരു HR ജോലിയിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് എന്നെ ഫ്രഷർ ആയിട്ടാണോ കൺസിഡർ ചെയ്യുക അതോ എക്സ്പീരിയൻസ്ഡ് ആളായിട്ടാണോ കൺസിഡർ ചെയ്യുക? നിങ്ങൾ ടപ്പർവെയർ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു റിക്രൂട്ടിംഗ് ചുമതലയുള്ള ഒരു HR പൊസിഷനിലാണ് ഇപ്പൊ ഇരിക്കുന്നത് അല്ലെ? അതല്ലേ മനസ്സിലാക്കേണ്ടത്? ഞാൻ HR പൊസിഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ എക്സാക്ട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പർച്ചേസിംഗ് ആ ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ഓരോ ടീംസ്, അതായത് ഓരോ ഡിസ്ട്രിക്റ്റിലുള്ള മാനേജേഴ്സിന്റെ സ്ട്രെങ്ത് കൂട്ടുക, അവരുടെ ഓർഡേഴ്സ് കളക്ട് ചെയ്യുക, അത് നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് നേരിട്ട് പർച്ചേസ് ചെയ്യുക, എന്നിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് എന്റെ എത്തിച്ചു കൊടുക്കുക മീൻസ് എത്തിക്കാൻ വേറെ ആൾക്കാരുണ്ട്. പക്ഷെ ടാർഗറ്റ് ചെയ്യുന്ന റോൾ ഇപ്പൊ ഏതാണ്? പർച്ചേസിംഗ് മാനേജർ ആണ്. ടാർഗറ്റ് ചെയ്യുന്ന റോൾ എന്താണ്? ദാറ്റ് മീൻസ് നിങ്ങളിപ്പോ ഇനി ഏത് റോളിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ഈ എല്ലാ റോളും ചെയ്യുന്ന ആളവിടെ. അതെ, നിങ്ങളിപ്പോ ഒരു പുതിയ ജോലിയിൽ ഏത് റോളിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്? എനിക്ക് പേറോൾ സ്പെഷ്യലിസ്റ്റ് ആവാനാണ് ആഗ്രഹം. പേറോൾ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ റോളിൽ ഇല്ലല്ലോ. ഇല്ല, പേറോളിന്റെ എക്സ്പീരിയൻസ് ഇല്ല. അതാ ഈ എക്സ്പീരിയൻസ് റിലേറ്റഡ് അല്ല.
അപ്പോ ഈ ഇപ്പോഴുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് റിക്രൂട്ടിംഗിലേക്കും ഒരു പർച്ചേസിംഗ് മാനേജർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടീം ലീഡർ ആയിട്ടോ അതല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് പോയിന്റിലെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഐ മീൻ ഒരു ലോജിസ്റ്റിക്സിന്റെ ഒരു ഡിവിഷനിലൊക്കെ ആണെങ്കിൽ റിലവന്റ് ആണ്. യെസ്. ഓക്കെ 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 താങ്ക് യു സർ. ഓക്കെ സാർ ഒരു ഡൗട്ട് വെച്ചോട്ടെ, ഇപ്പൊ CV സെറ്റ് ചെയ്യുമ്പോ 2 പേജായിട്ട് സെറ്റ് ചെയ്യുമ്പോ ഓക്കെ ആവും? മനസ്സിലായില്ല. CV സെറ്റ് ചെയ്യുമ്പോ 2 പേജായിട്ട് CV സെറ്റ് ചെയ്യുമ്പോ പേജിന്റെ കാര്യം. ഫൈൻ. ഓക്കെ. പേജ് എങ്ങനെയാണ്? ആക്ച്വലി നമ്മൾ ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ഒരു മിത്ത് ഉണ്ട്, സിംഗിൾ പേജ് റെസ്യൂമെയാണ് ഏറ്റവും കൂടുതൽ കൺവേർഷൻ കിട്ടുന്നത് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് അതൊരു മിത്ത് മാത്രമാണ്. അപ്പൊ ഞാൻ പറയാം, ഒരു 15 years എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഫഷണൽ, ഒരു ലോജിസ്റ്റിക്സ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു HR പ്രൊഫഷണൽ, അവർക്കൊരു ഒരു സിംഗിൾ പേജിലേക്ക് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും എക്സ്പെർട്ടീസും ഇമ്പാക്റ്റും അച്ചീവ്മെന്റ്സും എല്ലാം സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വളരെ എന്താ പറയുക, ക്രാംഡ് ആയി മാറും. ക്രാംഡ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കുത്തി നിറച്ചതുപോലെ ആയിരിക്കും ഒറ്റ പേജ്. ശരിയല്ലേ? യെസ്. അപ്പൊ അതിന് റീഡബിലിറ്റി കുറവാകും. എന്താ റീഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല അത് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും. വേറാസ് ഒരു 1 year എക്സ്പീരിയൻസ് ഉള്ള ഒരു എന്താ പറയുക ഒരു പ്രൊഫഷണൽ, അവര് ഒരു 4 പേജ് റെസ്യൂമെ എഴുതിയിട്ടുള്ള വെച്ചാലോ, പലപ്പോഴും 1 year എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഒരുപാട് എഴുതാനൊന്നും ഉണ്ടാവില്ല, ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ശരിയല്ലേ? ബുള്ളറ്റ് പോയിന്റ്സ് പറഞ്ഞ ഒരു 4 to 5 ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ അല്ലെങ്കിൽ മാക്സിമം 6 ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ശരിയല്ലേ? പക്ഷെ അവര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ പോലെ അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, ഭർത്താവിന്റെ പേര്, മക്കളുടെ പേര്, പിന്നെ പിൻകോഡ്, സെക്സ്, പിന്നെ ഐ മീൻ ജെൻഡർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് ഒന്ന് നീട്ടി പരത്തി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് എന്താണ്, അത് അൺനെസസറി ആയിട്ട് ഇറലവന്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ആഡ് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അവിടെ നമുക്ക് സിംഗിൾ പേജ് റെസ്യൂമെയാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഒരു 10 to 15 years എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ, ഇഫ് യു ഹാവ് മോർ ദാൻ 5 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ക്വൈറ്റ് ഓക്കെ വിത്ത് 2 pages. പിന്നെ ഡോക്ടേഴ്സ് പോലെയുള്ള പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും, അവർക്കൊന്നും 2 പേജിൽ ഒതുക്കാൻ കഴിയില്ല. മേ ബി ഞാനിപ്പോ ഡയാലിസിസ് ടെക്നീഷ്യൻ ഇന്റേൺഷിപ്പ് കഴിഞ്ഞു. സോറി, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. സോ ഒരു ഫ്രഷർ ആണ് എങ്കിൽ മേ ബി ഒരു ലെസ് ദാൻ 5 years എക്സ്പീരിയൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ സിംഗിൾ പേജ് ഈസ് എനഫ്. ബട്ട് ഈ 5 years എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ ദർ ഇസ് നോ ഹാം ഫോർ ഗോയിങ് ടു 2 page റെസ്യൂമെ. സെയിം ടൈം നിങ്ങൾക്ക് ഒരു 5 years പ്ലസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം ശരിയായ രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 pages നെസസറി ആണ് താനും. സോ സിംഗിൾ പേജ് റെസ്യൂമെ ഈസ് എ മിത്ത് ഓൺലി. ഓക്കെ, ഈ നിങ്ങളുടെ റെസ്യൂമെ സിംഗിൾ പേജ് ആയി എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പൊ അനാവശ്യമായിട്ട് വലിച്ചു നീട്ടുകയോ അതേപോലെ തന്നെ അനാവശ്യമായിട്ട് ക്രാം ചെയ്ത് കുത്തി നിറയ്ക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ് അതിനകത്തുള്ള ലോജിക്. ക്ലിയർ ആയോ? യെസ്, പറയൂ. ഇനി വേറെന്തോ ചോദിച്ചിരുന്നല്ലോ. അല്ല, ഞാൻ ഡയാലിസിസ് ടെക്നീഷ്യൻ ആയിട്ടാ പഠിച്ചത്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞു. ഇപ്പോ പഠിക്കുന്നത് മെഡിക്കൽ കോഡിംഗ്. അപ്പം ഡയാലിസിസ് ടെക്നീഷ്യൻ വർക്ക് ചെയ്യേണ്ടിട്ട് ജോബ് നോക്കുന്നുണ്ട്. ഇന്റേൺഷിപ്പ് എത്ര മാസമായിരുന്നു? 3 1 കൊല്ലം, 1 year. ഒരൊറ്റ പേജ് റെസ്യൂമെ മതി. ഓക്കേ, സിംഗിൾ പേജ് റെസ്യൂമെ ഈസ് എനഫ് ഫോർ യു. ഓക്കേ സർ. പറയൂ. Anybody else? സർ, ഒരു കാര്യം കൂടി. സർ, ആക്ച്വലി ഞാൻ PG ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആയിരുന്നു ചെയ്തത്. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നത് ആസ് എ കാർഗോ എക്സിക്യൂട്ടീവ് ആയിട്ട് ഇവിടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു HR പ്രൊഫഷണൽ ആവുക എന്നുള്ളതാണ്. അതിലിപ്പം പേറോൾ അസിസ്റ്റന്റ് ആയാലും സ്പെഷ്യലിസ്റ്റ് ആയാലും ഐ എം കംഫർട്ടബിൾ. എനിക്ക് HR കയറണം എന്നതാണ് എൻ്റെ ടാർഗറ്റ്. സോ എനിക്ക് ഇത് സ്യൂട്ട് ആയിരിക്കുമോ? അല്ല, ഞാൻ കുറെ നാളുകൊണ്ട് എന്റെ പുറകെ നടക്കുന്നത് കൊണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിച്ചു പോയതാ.
അതെ, നിങ്ങളൊരു പേറോൾ ഞാൻ ചൂസബിൾ എനിക്ക് ഇത്ര നാളത്തെ ഏവിയേഷൻ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഏവിയേഷൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഷിപ്പിങ്ങിലേക്കാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് പേറോൾ ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് എന്നാലും ഞാൻ പറഞ്ഞു ഒരു ജനറലിസ്റ്റോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടോ എനിക്കൊരു എന്താ പറയാ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാനായിട്ടായിരുന്നു. അതിനൊരു ഉത്തരം പറയുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ശരിക്കും ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെയുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡയറക്ട്ലി റിലേറ്റഡ് അല്ല, ഒരു HR പേറോളുമായിട്ട് റിലേറ്റഡ് അല്ല, ശരിയല്ലേ? അതെ. അപ്പൊ അത് നിങ്ങളുടെ ഒരു ആത്മവിശ്വാസവും ധൈര്യവുമാണ് ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ റോളിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത്. മനസ്സിലായോ? മറിച്ച് നിങ്ങൾ ഈ ഒരു എക്സ്പീരിയൻസിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന വേറെ ഒരു റോളിലേക്ക് എത്ര സമയമായിട്ട് അവിടെ ഉണ്ട്? എത്ര വർഷമായിട്ടുണ്ട്? ഞാനിപ്പോ ഒരു 7 years ആയിട്ട് 8 years ആവുന്നു. ഞാൻ 8 years ആയിട്ട് കാർഗോ മാനേജ്മെന്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ ഒരു ഇപ്പൊ നിങ്ങൾ പോകുന്ന സമയത്ത് അവർ ചോദിക്കും വൈ ഡിഡ് യു വാണ്ട് ടു സ്വിച്ച് ടു എ ഡിഫറെന്റ് റോൾ. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആണ് അതിന് ഞാൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്തു എന്നത് മാത്രം പോരാ അതിന്റെ ഒരു കാരണം. ഇപ്പോഴാണോ ചെയ്തത് അതോ ആദ്യം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ 2020 പാസ് ഔട്ട് ആണ്. പക്ഷെ അതിന് ശേഷം കുറെ നോക്കിയിട്ടൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. എക്സ്പീരിയൻസ് ഇപ്പൊ നമ്മൾ തുടങ്ങിയത് നമ്മുടെ ചർച്ച തുടങ്ങിയത് എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമായിരുന്നല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഇപ്പോഴും നിങ്ങൾ പേറോളിലേക്ക് പോകുമ്പോൾ പേറോളിന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെ, വേറെ അൺറിലേറ്റഡ് ആയിട്ടുള്ള റോളിലേക്ക് ഇതുമായിട്ട് അൺറിലേറ്റഡ് ആയിട്ടുള്ള റോളിലേക്കാണ് ബിൻസി പോകുന്നതെങ്കിൽ യു ആർ ആസ് ഗുഡ് ഓർ ആസ് ബാഡ് ആസ് എ ഫ്രഷർ. ക്ലിയർ ആണോ? എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇഫ് യു ആർ ഫീലിംഗ് കംഫർട്ടബിൾ വിത്ത് ദിസ് ജോബ് ഇതിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ എന്താ വഴിയുന്നു? ഈ കാർഗോ മാനേജ്മെന്റിന്റെ നെക്സ്റ്റ് ലെവൽ ഏതാണ്? പിന്നെ ഇപ്പൊ ഞാനൊരു സൂപ്പർവൈസർ ലെവലിലേക്കാണ് നിൽക്കുന്നത്. ഡ്യൂട്ടി മാനേജേഴ്സ് അങ്ങനെയാ പോകുന്നത്. സീനിയർ ആ ഒരു കരിയർ ലാഡറിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നതാണ് സേഫ്. നിങ്ങൾ യു ഹാവ് ആൾറെഡി ഇൻവെസ്റ്റഡ് 8 years ഇൻ യുവർ കരിയർ ആസ് എ കാർഗോ അല്ലേ? ഇനി ഒരു പുതിയതിലേക്ക് പോയിട്ട് 0 സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇവിടെ തന്നെ നിൽക്കുന്നതല്ലേ? ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. ഓക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും എന്താ പറയുക സർട്ടിഫിക്കേഷൻസോ മറ്റോ അപ്സ്കിൽ ചെയ്യാനൊക്കെ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നതാവും ഏറ്റവും നന്നാവും. മറ്റത് നടക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ് ഈസ് വെരി വെരി ഹാർഡ്. ക്ലിയർ? ക്ലിയർ ആയി സർ. ഓക്കെ. എനിവൺ എൽസ്? ഈ സെൽഫ് ഇൻട്രൊഡക്ഷനെ കുറിച്ചിട്ട് ഇന്റർവ്യൂലാണോ? അതെ. ഇന്റർവ്യൂല് നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണെന്നറിയോ? ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യന് ബിഹൈൻഡ് ചില മോട്ടീവ്സ് ഉണ്ട്, ചില എന്താ പറയാ ഇന്റൻഷൻസ് ഉണ്ട്. ലൈക്ക് എന്താണ്? ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോൺഫിഡന്റ് ആയിട്ടാണോ നിങ്ങൾ? അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് ചെക്കിംഗ് ഉണ്ടാവും, നിങ്ങളുടെ പ്രസന്റേഷൻ സ്കിൽ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ദെൻ എന്താ പറയുക നിങ്ങളെ എങ്ങനെ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നു. മനസ്സിലായോ? ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ഈസ് എ വെരി കോമൺ ക്വസ്റ്റ്യൻ. ഈവൻ വിത്തൗട്ട് ലുക്കിംഗ് അറ്റ് യുവർ ഫേസ് ദേ വിൽ ആസ്ക് യു ഓക്കെ ആരായിരുന്നു ചോദ്യം ചോദിച്ചത്? ആരായിരുന്നു? ഫാത്തിമ അല്ലേ? നെറ്റ് ജസ്റ്റ് ഒന്ന് ഇതായി പോയിന്, ഡിസ്കണക്ട് ആയി പോയിന്. ഒന്നുകൂടി പറയോ? കേട്ടില്ല. സി ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ക്വസ്റ്റ്യന്റെ പിന്നിൽ നിങ്ങളെ കുറിച്ച് അറിയുക എന്നുള്ളത് മാത്രമൊന്നുമല്ല. there are certain other intentions also. എക്സാമ്പിൾ വെച്ച് പറയോ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്? ഐ ആം ഫാത്തിമ ഷർഫിയ, ഐ ആം ഫ്രം കേരള and I have done this course. അല്ലെങ്കിൽ നമ്മുടെ I have studied in that college or this college and I have നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഒരു ബോറായിട്ട് വരുമോ? ഫാത്തിമ ഷർഫിയ സ്റ്റഡിങ് അങ്ങനെ വരുമ്പോ എങ്ങനെ ഒരു നമ്മൾ അയാം വെച്ച് യൂസ് ചെയ്യുമ്പോ അതൊക്കെ ഞാൻ പറയുന്നത്, അതൊക്കെ അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ആൻസേഴ്സ്.
അപ്പൊ ഇത് ആക്ച്വലി ഒരു ഇവരുടെ ഒരു ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അസസ് ചെയ്യുക എന്നുള്ളത്. 2, നിങ്ങളുടെ പ്രസന്റേഷൻ സ്കിൽസ് അസസ് ചെയ്യുക എന്നുള്ളത്. 3, നിങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ഹൗ കോൺഫിഡന്റ് യു ആർ. 4th, 4ാമത്തെ കാര്യം നല്ല പ്രാധാന്യം കുറഞ്ഞ കാര്യം എന്നുള്ള നിലയ്ക്കല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് നമ്പർ ഇട്ടൊന്നും മാത്രം. 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണ് എന്നുള്ളത് അറിയുക എന്നുള്ളത്. ഇതൊക്കെയാണ് ഇതിന്റെ ഇതാണ് ഒരു ഇന്റർവ്യൂവിന്റെ ശരിക്കും പറഞ്ഞ ഒരു സീൻ സെറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. മനസ്സിലായി? ചിലപ്പോൾ നിങ്ങൾ പറയുന്നൊന്നും കേൾക്കാൻ തന്നെ പോകുന്നുണ്ട്. കാരണം ബിക്കോസ് എവറിഥിങ് ഈസ് ദർ ഇൻ ദ റെസ്യൂമേ. But why should they ask again, tell me about yourself? They are looking at your resume. Why they ask the question? It is there. Everything is there. About your experience, about your skills, about your education, everything is there. But still they ask why. They want to know how well you present yourself, how confident you are, how good you are in communication, and so on. അപ്പൊ നമ്മളിവിടെ പറയേണ്ടത് ജസ്റ്റ് നമ്മള് പല ആൾക്കാർക്കും പറ്റുന്ന ഒരു തെറ്റ്, അവര് they will what to say റാംബിൾ ചെയ്യുമവര്. റാംബിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറലവന്റ് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻ അവൻ പറയുന്നുണ്ടായിരിക്കുക. ഞാൻ എവിടെ ജനിച്ചു, എവിടെ വളർന്നു, എൻ്റെ അച്ഛൻ ആരാണ്, എൻ്റെ അമ്മ ആരാണ്, എങ്ങോട്ടാണ് എന്നെ കല്യാണം കഴിച്ചത്, എത്ര കുട്ടികളുണ്ട്, ഏത് കോളേജിലാണ് ഞാൻ പഠിച്ചത്, ആ കോളേജിന്റെ പാരമ്പര്യം, ഇതൊക്കെ പറയുന്ന സാഹചര്യങ്ങളുണ്ട്. കാരണം ഞാൻ ഇന്റർവ്യൂ കോച്ചിങ് കൊടുക്കുമ്പോൾ പല കാൻഡിഡേറ്റ്സിന്റെ അടുത്തും ചോദിക്കുമ്പോഴും ഇങ്ങനെയാണ് നമ്മൾ വളരെ ക്രിസ്പായിട്ട് പറയുന്നത്. നിങ്ങൾ ആരാണ്? ഐ എം എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വിത്ത് 10+ years എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. എന്നിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത കമ്പനി, അവിടെ എന്ത് ഇമ്പാക്റ്റ് ആണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അത് നിങ്ങളുടെ കീ അച്ചീവ്മെന്റ് എന്താണ്, എന്ത് പ്രോബ്ലം ആണ് നിങ്ങൾ അവിടെ സോൾവ് ചെയ്തത്. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനായി മാറും. അതായത് നമ്മളെ കുറിച്ച് കുറെ പറയുക എന്നുള്ളതല്ല. നിങ്ങൾ വാട്ട് യു, അഗെയിൻ ഞാൻ പറയുന്നു, ഹൂ യു ആർ, വാട്ട് യു ഡിഡ് ആൻഡ് വാട്ട് ഇമ്പാക്ട് യു കുഡ് പ്രൊഡ്യൂസ് in that particular role for 10 years or 5 years, and what you are proficient in. നിങ്ങളുടെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള സ്കിൽ എന്താണ്? ഇതൊരു ഹുക്കാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ ഷുഡ് ബി എ ഹുക്ക്. ക്ലിയർ ആണോ? ഹലോ ഫാത്തിമ. സർ, ആസ് എ ഫ്രഷർ നമ്മളിപ്പോ എക്സ്പീരിയൻസ്ഡ് അല്ല, ഒരു ഇന്ത്യൻ ആയിട്ട് കയറാൻ നോക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്നതാണ് സെൽഫ് ഇൻട്രോ. നിങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടോ? നോ. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഇല്ല എങ്കിലും നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ഡൊമൈനിൽ നിങ്ങൾക്ക് കുറെ സ്കിൽസ് നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ നേടിയിട്ടുണ്ടാവുമല്ലോ. അതിനെ കുറിച്ച് സംസാരിക്കാമല്ലോ നിങ്ങൾക്ക്. ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും അതിൽ പറയേണ്ടതാണോ? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതും അതൊന്നും പറയേണ്ടതാണോ ഇന്റർവ്യൂ പറയുന്നത്? തീർച്ചയായിട്ടും പറയാമെന്ന്. പക്ഷെ അതിനെക്കുറിച്ച് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഇയർ മെൻഷൻ ചെയ്യണോ? ഇയർ മെൻഷൻ ചെയ്യാം, ഫ്രഷർ ആണല്ലോ. പറയാം. അല്ലാതെ ഉള്ള ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. ലൈക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. ഐ എം ദ സെക്കൻഡ് ഡോട്ടർ ടു മൈ ഫാമിലി, മൈ ഫാദർ ഈസ് എ പ്രൊഫഷണൽ ഇൻ ഇന്ത്യൻ റെയിൽവേസ് ഒന്നും പറയേണ്ട കാര്യമില്ല. ഓക്കെ. ഇനി ഇപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് റെസ്യൂമേയിൽ എങ്ങനെയായിരിക്കണം, എന്താണ് അത് കാതലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ATS ഫ്രണ്ട്ലി റെസ്യൂമേ എന്താണ്, ഹൗ ATS വർക്ക്സ് ആൻഡ് വൈ എംപ്ലോയേഴ്സ് യൂസ് ATS ആൻഡ് ഹൗ യു ക്യാൻ ഗെറ്റ് പാസ് the ATS, and what is HR friendly resume and why it is called HR friendly, and how to make an HR friendly resume, and what is the importance of having any HR friendly resume. And third one is the length of your resume. Should it be single page resume or 2-page resume? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏറ്റവും പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യം. ഇനി എന്താണ് അറിയേണ്ടത്? സർ, ഒരു ഡൗട്ട് റെസ്യൂമേല്. മാളവിക ചോദിക്കൂ. നമ്മള് നമ്മുടെ നെയിം ആണല്ലോ ടോപ്പിൽ കൊടുക്കുന്നത്, അത് കഴിഞ്ഞ് താഴെ നമ്മൾ എന്താണ് എന്നുള്ളത്. റോൾ നെയിം.
സെക്കൻഡ് റോൾ നെയിം. നമ്മളിപ്പോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ അങ്ങനെ. അപ്പൊ ഞാനിപ്പോ ഒരു HRM കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ MA എക്കണോമിക്സ് ആണ് ചെയ്തത്. അത് കഴിഞ്ഞിപ്പോ എഡ്വിനില് HRM കോഴ്സ് ചെയ്തു. ഇനിയിപ്പോ ഞാൻ ഇന്റേൺ ആയിട്ട് ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരു കമ്പനിയില്. ഞാൻ റിക്രൂട്ട്മെന്റിലാണ്. അപ്പോ ഇനി ഇപ്പൊ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഞാൻ ഒരു ജോബിനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എന്താണ് താഴെ കൊടുക്കേണ്ടത് ആ ഒരു സെക്കൻഡ് നെയിം പോലെ? നിങ്ങൾ ബേസിക്കലി എന്താണ് പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ? അല്ല, അത് ഞാനൊരു എക്സാമ്പിൾ എന്തായിരുന്നു? MA എക്കണോമിക്സ് ആണ് ഞാൻ കഴിഞ്ഞത്. ഇപ്പോ ചെയ്യുന്നത് HRM ആണ്. HRM. ഓക്കെ. HRM നിങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്കല്ലേ നിങ്ങൾ സ്വിച്ച് ചെയ്യാൻ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്? അതെ. യെസ്, then no doubt. അപ്പൊ ജസ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അങ്ങനെ കൊടുത്താൽ മതിയോ? HR മാനേജറിന് കൊടുക്കാം. HR മാനേജർ. ഓക്കെ സർ. പിന്നെ ഒരു ഡൗട്ടും കൂടി ഉണ്ട്. ഇപ്പൊ ഞാൻ ഫ്രഷർ ആയതുകൊണ്ട് എനിക്കൊരു സിംഗിൾ പേജ് റെസ്യൂമേ ആയിരിക്കുമല്ലോ ബെറ്റർ. അപ്പൊ ഞാൻ എനിക്ക് എത്ര കാലത്ത് ഒരു എക്സ്പീരിയൻസ് നേടിയിട്ട് വേണം ഞാനൊരു 2 പേജിലേക്ക് റെസ്യൂമേ മാറ്റേണ്ടത്? ഒരു 3+ അല്ലെങ്കിൽ 5+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായാലും നമുക്ക് 2 പേജിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. മാളവിക, ഇതിനകത്ത് ലോജിക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പെരുപ്പിച്ച് ലെങ്ത് കൂട്ടരുത്. ഉള്ള കാര്യങ്ങൾ വെട്ടി ചുരുക്കി എന്താ പറയാ, കണ്ണിന് പിടിക്കാത്ത രീതിയിൽ, അതായത് കാഴ്ചക്ക് പിടിക്കാത്ത രീതിയിൽ വളരെ ഷോർട്ടായിട്ട് ക്രാംഡ് ആയിട്ട് കുത്തി നിറച്ചും റെസ്യൂമേ ഉണ്ടാക്കുക. That is the logic. Okay sir, thank you. Yes, thank you. ഇനി ആർക്കും ഒന്നും ചോദിക്കാനില്ല എങ്കിൽ we will wind up this session. Sir, hi sir. Yes, Neena പറയൂ. സാർ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ റിലവന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്യണ്ട എന്ന്. ഞാനിപ്പോ പഠിച്ചു കഴിഞ്ഞതും MBA കംപ്ലീറ്റ് ആണ്, ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ടും ഞാൻ ഒരു സെയിൽസ് ഫീൽഡിലോട്ടാണ് പോയത്. ഇപ്പൊ HR കോഴ്സ് ചെയ്യുന്നത് HR തന്നെയായിരുന്നു, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തന്നെയായിരുന്നു. അപ്പൊ നമ്മളത് ഇപ്പൊ നമുക്ക് എഡ്യൂക്കേഷൻ ഇതല്ലാണ്ട് നമ്മളിപ്പോ എക്സ്പീരിയൻസ് മെൻഷൻ ചെയ്യാൻ ഒന്നുമില്ല. ഈ ഇതിലോട്ട് നോക്കുമ്പോ അതിലോട്ട് ഒന്നുമില്ല. സെയിൽസ് ഫീൽഡിലായതുകൊണ്ട് ഞാനൊരു 2.5 years ഉണ്ടായിരുന്നു. അതിന് എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ട് HR ഫീൽഡിലോട്ട് തന്നെ ഫീൽഡിലേക്കാണ്. അപ്പൊ നമ്മൾ സെയിൽസിൽ ഞാൻ വലിയ പുലിയായിരുന്നു എന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ടോ? കാര്യമില്ലല്ലോ. അപ്പൊ ജസ്റ്റ് ഒന്ന് മെൻഷൻ, നിങ്ങൾക്ക് കരിയർ, നിങ്ങൾ പഠനം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത്ര വർഷം എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റ് മാത്രമേ ഇവിടെ ആഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കിയൊക്കെ എഡ്യൂക്കേഷൻ. ഓക്കെ, ഞാനിപ്പോ അതിന്ന് റിസൈൻ ചെയ്തിട്ട് നമ്മളിപ്പോ ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കരിയർ ഗ്യാപ്പും കൂടിയും വരുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ ഈ കോഴ്സ് ചെയ്യുന്നത്. ഇപ്പോ അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ മദർഹുഡിന് വേണ്ടിയിട്ടുള്ള ഒരു കരിയർ ഗ്യാപ്പിൽ നിങ്ങൾ വേറൊരു കോഴ്സും കൂടിയും ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മദർഹുഡിന്റെ പേരിൽ അങ്ങനെ, അത് നല്ലൊരു റീസൺ ആണ് മദർഹുഡ് എന്നത്, മോശമല്ല ഞാൻ പറയുന്നത്. അതിന്റെ കൂടെ നിങ്ങൾ വെറുതെ സമയം കളയാതെ ഒരു അപ്സ്കിൽ ചെയ്യാനുള്ള ശ്രമം കൂടി ചെയ്യുന്നുണ്ടെന്നാണ് ഈസ് ഹൈലി എന്താ പറയുക റെക്കമെൻഡഡ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പീരീഡിലുള്ളത് ഇത് മെൻഷൻ ചെയ്തിട്ട് ഇതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതിയാവുന്നില്ലേ? യെസ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. Anybody else with any questions? Sir, ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മള് കുറച്ച് ഇയേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് MBA ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും അവിടെ ഒരു പ്രശ്നം വരുമോ? എഡ്യൂക്കേഷൻ, നമ്മളൊരു അഡീഷണൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എടുക്കുന്നത് എപ്പോഴും ഒരു പ്രശ്നമല്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് കണ്ടില്ലേ, നമ്മുടെ 60 വയസ്സുള്ള ഒരു അമ്മച്ചി മോളുടെ കൂടെ പിന്നെ എറണാകുളത്തെ ഏതൊരു കോളേജില് MAക്കോ MSCക്ക് എങ്ങാണ്ട് MAക്ക് ജോയിൻ ചെയ്ത വാർത്തയൊക്കെ കണ്ടില്ലായിരുന്നു ഇൻസ്റ്റാഗ്രാം. സോ ടേക്കിംഗ് an additional qualification is not a sin. It's always എന്തുകൊണ്ട് ഗ്യാപ്പ് വന്ന് എന്ന് ചോദിക്കുക, അങ്ങനെ ഒരു ചോദ്യം വരുമോ? എങ്ങനെ?
എന്തുകൊണ്ട് ഗ്യാപ്പ് വന്ന് ഈ 3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് 3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് MBA എടുക്കാൻ ഇത്ര ഗ്യാപ്പ് വന്ന്, എന്തുകൊണ്ട് ഇപ്പം അത് എന്തായിരുന്നു ഗ്യാപ്പ് കാരണം? എങ്ങനെ എന്തായിരുന്നു ആ ഗ്യാപ്പിന് കാരണം? ഗ്യാപ്പിന് കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, ഇപ്പം തോന്നി എടുക്കാൻ അങ്ങനെ. അപ്പൊ ഈ 3 വർഷം എന്താ ചെയ്തിരുന്നത്? വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? 3 വർഷമല്ല, 1.5 years. 1.5 years വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 23 ഡേയ്സിന്റെ ഒരു കാര്യം പറഞ്ഞത് ഡൈന അല്ലായിരുന്നോ? അതെ. യെസ്. അതൊന്നും ഒരു പ്രോബ്ലം ഒന്നുമില്ല. എന്തെങ്കിലും ഒരു റീസൺ അവിടെ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഒരു റീസൺ ആഡ് ചെയ്താൽ മതി. ഇപ്പൊ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പാരന്റ്സിന് എന്തോ പ്രോബ്ലം ആണെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോ അവരുടെ അത് പറഞ്ഞാൽ മതി. ഹെൽത്ത് ഇഷ്യൂസ്, പാരന്റ്സ് ഹെൽത്ത് ഇഷ്യൂസ് ഹൈലൈറ്റ് ചെയ്താൽ മതി. നെഗറ്റിവിറ്റി ആയിട്ട് വരുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതൊന്നും വരില്ല, ഒരിക്കലും വരില്ല. താങ്ക് യു സർ. നമ്മൾ എപ്പോഴും ഈ ഗ്യാപ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് റീസണബിൾ ആകണം. അത് ഒരു എന്താ പറയാ, പോസിറ്റീവ് ആയിരിക്കണം. അതാ ചോദിച്ചത് എങ്ങനെയാണ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, എന്തായിരുന്നു ചെയ്തത്? ഹേയ് ഒന്നും ചെയ്തില്ല, പിന്നെ ഒരു വർഷം ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവാണ്. നമ്മൾ ഒരു വർഷം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഉണ്ടായിരിക്കില്ല ഒരു പക്ഷെ അവിടെ നമുക്ക് വേണമെങ്കിൽ പാരന്റ്സിന്റെ ഹെൽത്ത് ഇഷ്യൂസിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അവരുടെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകണ്ട. അതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിന് തുല്യമാണ്. അതിനൊന്നും പോകണ്ട. മെഡിക്കൽ കണ്ടീഷൻസ് ഓഫ് മൈ പാരന്റ്സ് ഡിഡ് നോട്ട് ഹെൽപ്പ് മീ, അല്ലെങ്കിൽ ആ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഇറ്റ് ഹെൽഡ് മീ ഫോർ എ couple of months, a couple of months from the job എന്ന് പറയാം. അങ്ങനെ എന്തെങ്കിലും നമ്മൾ എന്താ പറയാ, നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇതൊക്കെ എങ്ങനെ വളരെ സട്ടിലായിട്ട് മെൻഷൻ ചെയ്യാം എന്നുള്ളത്. നിങ്ങളുടെ ഈ പ്രോബ്ലം നിങ്ങളിപ്പോ എന്നോട് ഈ ചോദിച്ചതുപോലെ ChatGPT-യോട് ഒന്ന് ചോദിച്ചാൽ ChatGPT will write the exact answer for you. Make use of this AI tools. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുമോ? So don't worry about that. Okay, thank you sir. ഈ കരിയർ ഗ്യാപ്പ്, നിങ്ങൾക്ക് അത്തരത്തിലുള്ള കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്റെ കരിയർ ഗ്യാപ്പിനെ കുറിച്ച് ഞാൻ എന്താ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ എനിക്ക് ഇവിടുന്ന് പറയുക എന്ന് പറഞ്ഞാൽ സമയപരിധി ഉണ്ടായതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുന്നത് പോലെ കുറച്ചും കൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ChatGPT-യോട് ചോദിച്ചാൽ ഇറ്റ് വിൽ ഗിവ് യു ദ കറക്റ്റ് ആൻസർ. Okay. Anyone else? നമ്മളൊരു റെസ്യൂം അയക്കുമ്പോൾ അതിൽ കവർ ലെറ്റർ വെക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. Good question. That's good question. ഈ കവർ ലെറ്റർ എന്താണ്? ഇറ്റ്സ് എ ലെറ്റർ ടു ദ റിക്രൂട്ടർ ഓർ ലെറ്റർ ടു ദ HR ഓർ ലെറ്റർ ടു ദ ഡിസിഷൻ മേക്കർ അല്ലെ? അപ്പൊ ഒരു ലെറ്റർ എന്തായിരിക്കും അത്? അത് നിങ്ങളെ കുറിച്ച് പറയുന്നതാവുമല്ലോ അല്ലെ? അപ്പൊ ആ ലെറ്റർ വായിക്കുന്ന ആൾക്ക് നിങ്ങളോട് ഒരു ഇംപ്രഷൻ, ഒരു പോസിറ്റീവ് ഇംപ്രഷൻ തോന്നുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ ഇംപ്രഷൻ ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെയാണ് ആ ലെറ്ററിൽ ഉണ്ടാകുന്നത്? ഒരു 5 point ലെറ്റർ ആണോ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്? എന്തൊരു 5 point വേണമെന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒന്ന്, യുവർ എക്സൈറ്റ്മെന്റ് ടു അപ്ലൈ ഫോർ എ പർട്ടിക്കുലർ ജോബ്. ഐ എം എക്സൈറ്റഡ് ടു അപ്ലൈ ഫോർ ദിസ് പൊസിഷൻ ഇൻ യുവർ എസ്റ്റീംഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻ XYZ കമ്പനി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരിക്കട്ടെ. ഇപ്പൊ ഡിയർ ഹയറിംഗ് മാനേജർ മെയിൽ ആണോ ഫീമെയിൽ ആണോ നമുക്ക് അറിയില്ല, പേരും അറിയില്ല. പേര് ആണ് ഇപ്പൊ നീന എന്നാണ് പേരെങ്കിൽ ഡിയർ നീന എന്ന് ചേർക്കാം. ഇപ്പൊ നീനയാണോ അതോ വാസുദേവനാണോ എന്ന് അറിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിയർ ഹയറിംഗ് മാനേജർ, ദാറ്റ്സ് സേഫ്. ഡിയർ സർ ഓർ ഡിയർ മാഡം എന്ന് വെക്കരുത്. അതിന് ഏറ്റവും അത് വെക്കുന്നതിനേക്കാൾ നല്ലത് ഡിയർ മാനേജർ, ഡിയർ ഹയറിംഗ് മാനേജർ. ഐ എം എക്സൈറ്റഡ് ടു അപ്ലൈ ഫോർ ദിസ് പർട്ടിക്കുലർ റോൾ ഫോർ ദിസ് റോൾ. ആ റോൾ ഏതാണ്? ഏത് കമ്പനിയിലാണ് എന്ന് കാണിക്കുന്ന എക്സൈറ്റ്മെന്റ്. അതൊരു 2-3 വാചകത്തിൽ ഒരു ഇൻട്രോഡക്ടറി പാരഗ്രാഫ്. 2, വൈ യു ആർ എ ഫിറ്റ് ഫോർ ദിസ് റോൾ. സെക്കൻഡ് പോയിന്റ് അതാണ്, സെക്കൻഡ് പാരഗ്രാഫ് അതായിരിക്കും. അപ്പൊ അതാണ് രണ്ടാമത്തെ 5 point കവർ ലെറ്റർ എന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? എക്സൈറ്റ്മെന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? വൈ യു ആർ എ ഫിറ്റ് ഫോർ ദിസ് റോൾ. തേർഡ് പോയിന്റ്, വൈ യു സ്റ്റാൻഡ് ഔട്ട് ഫ്രം അതർ കാൻഡിഡേറ്റ്സ്. വാട്ട് ഈസ് യുണീക്ക് അബൌട്ട് യു. മറ്റുള്ള കാൻഡിഡേറ്റ്സിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്? അതാണ്. 4 എന്താണ്? ഫോർത്ത് പോയിന്റ്, ഒരു കോംപ്ലിമെന്ററി കൺക്ലൂഷൻ. ലൈക്ക്
എന്താ പറയുക CTA എന്ന് പറയുന്നത്. CTA, കോൾ ടു ആക്ഷൻ. വാട്ട് യു വാണ്ട് ആക്ച്വലി, എന്താണ് നിങ്ങൾ ഈ ലെറ്ററിൽ അവസാനം പറയേണ്ടത്? സോ I would appreciate if you could give me an opportunity to appear before you for an interview. അതൊരു കോൾ ടു ആക്ഷൻ. അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ കാണുമ്പോൾ കാണാറില്ലേ, ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന മറ്റൊരു സുഹൃത്തുമായി ഷെയർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞൊക്കെ കോൾ ടു ആക്ഷൻ ആണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളോട് പറയുന്നതാണ് കോൾ ടു ആക്ഷൻ. സോ നമ്മുടെ കോൾ ടു ആക്ഷൻ എന്താണ്? ലെറ്റ് മീ give an let me appear before you or give me an opportunity. ഇതൊക്കെ വളരെ റോ ആയിട്ട് പറയുന്നതാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ പേര്, നിങ്ങളുടെ റോൾ നെയിം, നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ ലിങ്ക്ഡിൻ ID, ഫോൺ നമ്പർ, ഇത്രയും ചേർത്തുകൊണ്ട് കൺക്ലൂഡ് ചെയ്യണം. ക്ലിയർ ആണോ? ഇതാണ് കവർ ലെറ്റർ. അപ്പൊ എന്തിനാണ് ഈ കവർ ലെറ്റർ? ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ റെസ്യൂമേൽ പറയുന്നില്ലേ? നിങ്ങളുടെ എഡ്യൂക്കേഷനെ കുറിച്ച്, നിങ്ങളുടെ യൂണിക് സ്കിൽസിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ റെസ്യൂമേൽ പറയുന്നുണ്ട്. ബട്ട് എന്തിനാണ് നിങ്ങൾ ഒരു കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യുന്നത്? അത് നിങ്ങളും ആ ഹയറിംഗ് മാനേജറും തമ്മിൽ ഒരു പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കവർ ലെറ്റർ. പക്ഷെ കവർ ലെറ്റർ അയക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ കവർ ലെറ്റർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയക്കണം. ചോദിച്ചിട്ടില്ല എങ്കിലും അയക്കാം. പക്ഷെ വേണ്ട എന്ന് നോ നീഡ് ഓഫ് കവർ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയക്കരുത്. നോട്ട് ദീസ് 3 പോയിന്റ്സ്. ഒന്ന്, കവർ ലെറ്റർ നോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയക്കരുത്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അയക്കാം. വേണമെന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് അയക്കുന്നതാണ്. അതെപ്പോഴും ഒരു വേർഡ് ഫയൽ ആക്കിയിട്ട് അയക്കുന്നതാണ് നല്ലത്. അപ്പൊ നിങ്ങൾ ഇമെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഇമെയിൽ ID ഒരു HR-ന്റെ ഇമെയിൽ ID നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷൻ ഇമെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ റെസ്യൂമെ PDF ഫോർമാറ്റിൽ വേർഡിൽ പ്രിപ്പയർ ചെയ്ത് PDF-ലേക്ക് കൺവേർട്ട് ചെയ്ത്, ക്യാൻവയിൽ ഡൗൺലോഡ് ചെയ്ത് ഇമേജ് ആണ് പലപ്പോഴും അത് ATS റീഡ് ചെയ്യില്ല. ഇമേജ് ഓഫ് JPG ഒന്നും എന്ത് ചെയ്യില്ല, PNG ഒന്നും ATS റീഡ് ചെയ്യില്ല. ഹലോ, ഒന്ന് മ്യൂട്ട് ചെയ്യൂ നീന. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവരും കേൾക്കുന്നില്ലേ? അപ്പൊ അത് റീഡ് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ റെസ്യൂമെ വേർഡിൽ പ്രിപ്പയർ ചെയ്തിട്ട് PDF-ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ വേർഡിൽ പ്രിപ്പയർ ചെയ്ത് PDF-ലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ റെസ്യൂമെ അറ്റാച്ച് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളുടെ കവർ ലെറ്റർ അറ്റാച്ച് ചെയ്യുന്നു. അത് വേർഡിൽ പ്രിപ്പയർ ചെയ്തതായിരിക്കണം. ദെൻ വാട്ട് വിൽ യു ഡു നോ? ഒരു ചെറിയൊരു ഇമെയിൽ ബോഡി, വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു നോട്ട് മോർ ദാൻ 5 or 6 സെന്റൻസസ് ഉള്ള ഒരു ഇമെയിൽ ബോഡി പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ അയക്കുക. ഓക്കെ, ഇങ്ങനെയാണ് കവർ ലെറ്റർ നിങ്ങൾ അയക്കേണ്ടത്. ഇനി നീന ഒന്നുകൂടി പറയാമോ, എന്തായിരുന്നു നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ട് ചോദ്യം? കവർ ലെറ്റർ എന്ന് കേട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇനീഷ്യലി പറയാമെന്ന് കരുതിയിട്ടാണ് ആദ്യം തന്നെ പറഞ്ഞത്. നീനയുടെ ക്വസ്റ്റ്യൻ എനിക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. യു ക്യാൻ ആസ്ക് മീ വൺസ് അഗൈൻ പ്ലീസ്. നമ്മൾ കവർ ലെറ്റർ വെക്കുമ്പോൾ അതിൽ എക്സ്പീരിയൻസ് മെൻഷൻ ചെയ്യുക, അങ്ങനെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും മെൻഷൻ അത് ചെയ്യണോ എന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, വൈ യു ആർ എ ഗുഡ് ഫിറ്റ് ഫോർ ദിസ് ജോബ്. നമ്മൾ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും നിങ്ങളുടെ യുണീക് സ്കിൽസ് ഒക്കെ അല്ലേ ഇവിടെ പറയേണ്ടത്. വൈ യു ആർ എ യുണീക് കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ മറ്റുള്ള കാൻഡിഡേറ്റ്സിന് നിങ്ങൾ ഒന്നുകൂടി എന്താണ് മികച്ച കാൻഡിഡേറ്റ് ആണ് ഞാൻ, അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അതും കൂടി പറയണം. ഈ ടേബിൾ ഫോർമാറ്റിലൊക്കെ ചെയ്യുന്നത് കണ്ട, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം. എന്ത് ടേബിൾ ഫോർമാറ്റിൽ ചെയ്യുന്നത്? അതായത് ഈ എക്സ്പീരിയൻസ് നമ്മൾ ഈ റെസ്യൂമിനെ പോലെ തന്നെ വേറൊരു ഫോർമാറ്റിൽ ഞാൻ കണ്ടു. പറയുന്നത് പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെറ്റർ ആണ് നല്ലത്. ഓക്കെ, ഒരു വേർഡില് സിമ്പിൾ ആയിട്ടുള്ള ലെറ്റർ പ്രിപ്പയർ ചെയ്യും. താങ്ക് യു സർ. എന്നാൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ സർ, താങ്ക് യു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു ഏതാനും പേരൊന്ന് ഇന്നത്തെ സെഷനെ കുറിച്ച് ഒന്ന് ഒരു ഫീഡ്ബാക്ക് തരാമോ? യു ക്യാൻ വളണ്ടർലി കം. നമ്മൾ 1.5 മണിക്കൂർ സമയം ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തല്ലോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എങ്കിൽ, സിൻസിയർ ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങൾക്ക് തരാവുന്ന ഒരു റിവാർഡ് അത് മാത്രമാണ്, ഒരു സന്തോഷം. Hi sir.
വളരെ യൂസ്ഫുൾ ആയിരുന്നു. നമുക്ക് കുറെ ഉണ്ടായിരുന്ന ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റി. നമുക്ക് എങ്ങനെ ഇനി ഒരു ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യാം, എങ്ങനെ നമ്മുടെ റെസ്യൂം ഇനി അപ്ഡേറ്റ് ചെയ്യാം, എന്തൊക്കെ അതിൽ മാറ്റം വരുത്തണം എന്നുള്ളത് സാറിന്റെ ക്ലാസ്സുകളിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. എന്നെ വളരെ ഹെൽപ്പ് ചെയ്തു അത്. എന്റെ റെസ്യൂമിൽ എന്തൊക്കെയാണ് ഡ്രോബാക്ക് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. Okay, Nina, thank you. Thank you very much for your appreciation. Then, ഹലോ സർ. yes. സർ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഇന്റർവ്യൂ പ്രിപ്പറേഷൻ അതുപോലെ റെസ്യൂമേ പ്രിപ്പറേഷൻ ഒക്കെ ഇതിനു മുമ്പ് എഡ്വിന്റെ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ കേട്ടിരുന്നു. എന്നാലും HR ഫ്രണ്ട്ലി റെസ്യൂമേ അതുപോലെ കവർ ലെറ്റർ ഇങ്ങനെയുള്ള സ്പെസിഫിക് ആയ കാര്യങ്ങൾ ഞാനിപ്പോ ഇന്നാണ് അറിയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെനിക്ക് സാറ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അത് വളരെ പുതിയൊരു കാര്യമായിരുന്നു. വളരെ യൂസ്ഫുള്ളും ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ സെൽഫ് ഇൻട്രോ ഒക്കെ പറയുമ്പോഴാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതെല്ലാം ഒരു പുതിയ കാര്യമായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇതെല്ലാം കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു പലർക്കും അത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. നല്ലൊരു സെഷൻ ആയിരുന്നു, ഇന്ററാക്റ്റീവ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് സർ. Thank you Malavika. Appreciate your words. Okay. Hello. Binsi, are you there? Yes sir. Yes, please. Sir, if you would like. Actually ഞാൻ മാളവിക പറഞ്ഞത് തന്നെയാണ്. ഞാൻ കുറെ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഞാനിതൊന്നും ശ്രദ്ധിച്ചുള്ളതായിട്ട് എനിക്ക് അറിയില്ല. ഈവൻ ഞാൻ ഒരു CV പോലും ATS ഫ്രണ്ടിൽ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട്, കാരണം ഇപ്പം മാൻഡറ്ററി ആക്കിയത് കൊണ്ടാണ് ഞാൻ കാശ് കൊടുത്തിട്ടാണ്, ടു ബി ഫ്രാങ്ക്, ഞാൻ കാശ് കൊടുത്തിട്ടാണ് ATS ഫ്രണ്ടിൽ CV ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ബട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് ഞാൻ സാറിന്റെ ക്ലാസ് കേട്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. It was very useful class. I really like it. Thank you Binsi, thank you very much. Thank you sir. Fatimatul Shahma, you were asking me some questions. Are you clear? Yes sir. Yes. നമ്മളിപ്പോ ഒരു ജോബ് നോക്കുമ്പോൾ ഉള്ള എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞപ്പോ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പറ്റി. Okay. എല്ലാം കൊണ്ടും താങ്ക് യു സോ മച്ച്. Thank you. Thank you. Dina, are you there? യെസ് സർ. Yes. സർ ഇത് ഭയങ്കര ഒരു എന്താ പറയുക ഹെൽപ്ഫുൾ ആയിരുന്നു ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. സോ ഇതിന് മുന്നേ ഇതുപോലെ ഒരു ക്ലാസ് ഉണ്ടായത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത് എന്തോ ഒരു ഭാഗ്യവശാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പൊ സർ ഇതിപ്പോ നേരത്തെ നീന പറഞ്ഞതുപോലെ എന്താ പറയാ നമുക്ക് ഉണ്ടായ CV-യിലുള്ള കുറച്ച് കാര്യങ്ങൾ മിസ്റ്റേക്സ് സർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ട്, ഇങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടത്. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ട് അതിൽ നിന്ന് ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. അതൊക്കെ സർ ഇപ്പൊ പറഞ്ഞ സമയത്താണ് പ്രോപ്പർ ആയിട്ട് അറിയാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. Exactly. അപ്പൊ അതാണ് നമ്മള് മെയിൻ ഒരു നെഗറ്റിവിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പൊ അത് എന്താന്ന് സർ പ്രോപ്പറായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അതെന്താന്ന് കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റി. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. നോർമലി എല്ലാ ആൾക്കാരും വലിയ വലിയ കാര്യങ്ങൾ ടോക്ക് ചെയ്യും, ചെറുത് അങ്ങനെ പറയാറില്ല. Yes, small things make big difference. Yes. അപ്പൊ അതൊരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി സർ. താങ്ക് യു വെരി മച്ച്. Thank you very much. Okay, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? എഡ്വിൻ അക്കാദമിയുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ? അതോ ഹലോ? ഹായ് സർ. യെസ് സർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് സർ. Okay, thank you.